പണ്ടൊക്കെ ആളുകൾ ഇലക്ട്രിക് വാഹനത്തിനെക്കുറിച്ച് അന്വേഷിക്കൽ തന്നെ വളരെ കുറവായിരുന്നു. ഈവൻ അന്വേഷിച്ച് വന്നാൽ പോലും നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആളുകളാണ്, നമുക്ക് സജസ്റ്റ് ചെയ്യാൻ അത്ര ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ കാലഘട്ടം കംപ്ലീറ്റ്ലി മാറി. ഇന്ന് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ DM ഏതാ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, 20 to 30 lakhs ബഡ്ജറ്റ് സ്കെയിലിൽ ഏത് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാം സെന്തിൽ, ഇതാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത്. സോ ഇതാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ ഇന്ന് എൻ്റെ കൂടെയുള്ള മഹീന്ദ്രയുടെ ഓൾ ന്യൂ XEV 9S ആണ് നിങ്ങൾക്കുള്ളൊരു വാഹനം. ഞാൻ ഉറപ്പായിട്ടും പറയും. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയും. അതുമാത്രമല്ല, ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ സാധിക്കും ദാറ്റ് ഇതിൻ്റെ അകത്തൊരു കമ്പാരോ ഉണ്ടാവും. കമ്പാരോ വേറെ ആരുമായിട്ടല്ല, ഹാരിയറിൻ്റെ EVയുമായിട്ടാണ്. അപ്പോൾ ഓരോരു സാധനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വാഹനം വരാനുള്ള റീസൺ കൂടി ഞാൻ പറയാം. കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ ഹാരിയർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു റിവ്യൂ കംപ്ലീറ്റ് ആയി കാണാൻ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുന്നു. വെൽക്കം ടു ഓൾ തിങ്സ് ഔട്ട്. ഡിസൈനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആസ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡിസൈൻ എല്ലാം സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു മാറ്റർ ആണെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിന് ഒരു പ്രോപ്പർ കാർ ലൈക്ക് ലുക്ക് അല്ലാതെ തന്നെ, അല്ലെങ്കിൽ പ്രോപ്പർ SUV ലുക്ക് അല്ലാതെ 2 വാഹനങ്ങളെ ഏച്ച് കെട്ടിയൊരു ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യ ലൈക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് പില്ലർ വരെയുള്ള ഭാഗം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊരു മഹീന്ദ്ര XEV 9e ആണ്. അപ്പോൾ 9e ഇവിടുന്ന് ഇവർ പറയുന്ന പോലെ 9S അല്ല ആവുന്നത്. 9Sന് പകരം ഓൾ ന്യൂ മഹീന്ദ്ര XUV 7XO. അപ്പോൾ 7XOൻ്റെ ഷേപ്പാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതെങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു ടെയിൽ ലാമ്പ് ക്ലസ്റ്ററും ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഏറ്റവും പുതിയ 7XOയിൽ കണ്ട പോലെ തന്നെയാണ്. അപ്പോൾ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വാഹനത്തിൻ്റെ ഷേപ്പ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു ഫാനല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നമ്മളിപ്പോൾ ഹാരിയർ ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹാരിയർ മോർ ലൈക്ക് പ്രോപ്പർ ഒരു പാക്കേജാണ്. ഹാരിയറിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പോളോ പോലെയൊക്കെ ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ കുറേ കാലത്തേക്ക് ഈട് നിൽക്കുന്ന ഒരു ഷേപ്പാണ്. ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തിന് ശേഷം ഒരു ഹാരിയറിനെ കണ്ടാലും നമുക്ക് മടുക്കില്ല. പക്ഷേ ഇത് നമുക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഡിസൈനെ കുറിച്ച്. അപ്പോൾ സ്റ്റിൽ ഞാൻ പറയുന്നത് ഡിസൈൻ ഒരു സബ്ജക്റ്റീവാണ്. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ ഇവിടെ ഏറ്റവും നല്ല കാര്യം വന്നിട്ടുള്ളത് ഡിസൈനിൻ്റെ അകത്തല്ല, ഈ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും ഇവിടെ ഇൻഗ്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കിടെക്ചർ അല്ല, ഇതൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇൻഗ്ലോൻ്റെ അർത്ഥം തന്നെ പറയാം. IN സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യ, GLO സ്റ്റാൻഡ്സ് ഫോർ ഗ്ലോബൽ. അതായത് ഇന്ത്യയിൽ നിന്ന് ഗ്ലോബലി ഉണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വന്നപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡിസൈനിൽ ഞാൻ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ആ ഡിസൈനൊക്കെ പരിഹരിക്കാനായിട്ട് ഇവരെന്താ ചെയ്തത് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോം കാരണം കുറേ മാറ്റങ്ങൾ വന്നു. അത് കാരണം തന്നെ റിയറിൽ ഇവർക്ക് സസ്പെൻഷൻ്റെ അകത്ത് മാറ്റം വരുത്താൻ സാധിച്ചു. സോ റിയറിൽ മാത്രമല്ല ഫ്രണ്ടിലും അതുപോലെ തന്നെ ഐലിംഗ് സസ്പെൻഷൻ വരുത്താൻ സാധിച്ചു. ഈവൻ ഇതിൻ്റെ സ്റ്റീറിംഗ് റാക്ക്, അതിൻ്റെ അകത്ത് ആഡ് ഓൺ ആയിട്ടുള്ള മോട്ടർ, ഇതൊക്കെ വെച്ച് കാരണം നമുക്ക് VGR എന്ന് കേട്ടില്ലേ, വേരിയബിൾ ജോമെട്രി റേഷ്യോ, അത് കാരണം തന്നെ ടേണിംഗ് റേഡിയസ്, ഇത്രയും വലിയ വണ്ടിയല്ലേ 10 മീറ്റർ കൊണ്ട് തന്നെ നമുക്ക് തിരിക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഹാൻഡ്ലിങ്ങിൻ്റെ കേസിൽ എത്ര സ്പീഡിൽ ഓടിച്ചാലും ഹാൻഡ്ലിങ്ങിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുമാത്രമല്ല ഇതിനകത്ത് യൂസ് ചെയ്ത ബാറ്ററി പാക്ക്, അപ്പോൾ ഇത് ഫുൾ ഓപ്ഷനാണ്. 79 kWh ബാറ്ററി യൂസ് ചെയ്യുക. സോ ഈ ഒരു ബാറ്ററി യൂസ് ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോം ഇതിനെ സഹായിച്ചു. അതുമാത്രമല്ല വേറെ കുറേ കാര്യങ്ങൾ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക്കൽ ലേഔട്ടും മറ്റേ കാര്യങ്ങളിലൊക്കെ ഇത് സഹായിച്ചിട്ടുണ്ട്. സോ ഡിസൈൻ ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കരമായിട്ട് ഭംഗിയോ അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നിയെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ കോമ്പറ്റീറ്ററിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. പക്ഷേ ഇൻ ടേംസ് ഓഫ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ഐ ലൈക്ക് ഹാരിയർ EV. ഷേപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഇതിനകത്തുള്ള എക്യുപ്മെൻറ്റിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന ഹെഡ് ലാംപ്സ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന ഈ കാണുന്ന വലിയ DRLനെ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. കോമ്പറ്റീറ്ററിൽ ഓഫ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ളപ്പൊക്കെ അതിനെ ഓഫ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും അത് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇത് എനിക്കെടുത്ത് പറയാൻ തോന്നി. അത് മാത്രമല്ല ഇതിനകത്ത് യൂസ് ചെയ്ത ഇനി ഹെഡ് ലാംപ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബൈ പ്രൊജക്ഷൻ ഹെഡ് ലാംപ്സ് ആണ്. അതായത് ഡിമ്മും ബ്രൈറ്റും ഈ ഒരു പ്രൊജക്ടറിൽ തന്നെയാണ്. ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ കുറേ ലൈറ്റുകൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ കോർണറിങ് ലാംപ്സായിട്ട് വർക്ക് ചെയ്യും, ഫോഗ് ലാമ്പായിട്ട് വർക്ക് ചെയ്യും. അതുമാത്രമല്ല ഇൻ ടേംസ് ഓഫ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള ആ ഒരു വെളിച്ചം ഇത് പ്രൊവൈഡ് ചെയ്യും. കൂടെ തന്നെ ഇതിൻ്റെ അകത്തൊരു ബൂസ്റ്റർ ഹെഡ് ലാംപ്സ് എന്ന സംഭവം വന്നത്, ഇത് മഹീന്ദ്രയുടെ എനിക്ക് തോന്നുന്നു ഏകദേശം XUV 700 ഇറങ്ങിയ സമയത്ത് വന്നൊരു സംഭവമാണ്. വേറെ ഒന്നുമില്ല, നമ്മളൊരു 80 കിലോമീറ്ററിൻ്റെ സ്പീഡിന് ശേഷം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഈ ഒരു ബൂസ്റ്റർ ഹെഡ് ലാംപ്സ് ഓൺ ആവുകയും നമുക്ക് കുറച്ചും കൂടി കാഴ്ച പ്രൊവൈഡ് ചെയ്യും. കാരണം നോർമലി നമുക്കറിയാൻ പറ്റും നമ്മൾ എത്ര സ്പീഡിൽ പോകും അത്രയും കാഴ്ച നമ്മുടെ കണ്ണിന് കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി കൂടുതൽ പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ബൂസ്റ്റർ ഹെഡ് ലാംപ്സ് വന്നതുകൊണ്ട് കൂടി തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലൈറ്റിംഗ് ആണ് ഈ കാണുന്ന വാഹനത്തിന്. സോ ഇതാണ് എനിക്കിവിടെ ഫ്രണ്ട് ഫേസിൽ പറയാനുള്ളത്. പിന്നെ ഈ സംഭവം ഇത് ഗ്രില്ലായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം ഇലക്ട്രിക് വാഹനമാണ്. ഇതാണ് ഇതിൻ്റെ പാറ്റേണൈസേഷൻ വന്നിട്ടുള്ളത്. ഇത് മഹീന്ദ്രയുടെ ഓൾ ന്യൂ ട്വിൻ പീക്ക് ലോഗോ ആണ്. പക്ഷേ EV ആയതുകൊണ്ട് ഇത് ആക്ച്വലി ഇവിടെ ലിറ്റ് ചെയ്യും.
ഈ ഒരു ഭാഗത്ത് നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയാണ്. നല്ല ക്ലീനാണ്, ക്രിസ്പാണ്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇതിൻ്റെ റഡാർ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ ഒരു ഭാഗത്തിനകത്ത് മൊത്തത്തിൽ 5 റഡാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 12 സെൻസേഴ്സ് ഉണ്ട്. അത് കാരണം തന്നെ ഇതിൻ്റെ അകത്ത് എഡാസ് ലെവൽ 2+ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉറപ്പായിട്ടും പിന്നെ എഡാസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെയൊക്കെ എയർ ഇൻടേക്സ് കാണാൻ സാധിക്കും. ഓബ്വിയസ്ലി ഈ വാഹനം EV ആണെങ്കിൽ പോലും എല്ലാ വാഹനത്തിനെ പോലെ കൂളിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മാത്രം ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ കോമ്പറ്റീറ്റർ ഇല്ലാത്തൊരു കാര്യം ഈ ഒരു ബോണറ്റിനകത്താണ്. അതെന്താണെന്നുള്ളത് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. മഹീന്ദ്ര XEV 9S ഒരു പ്രോപ്പറായിട്ടുള്ള 7 സീറ്ററാണ്. അപ്പോൾ 7 സീറ്ററിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ 7 പേർക്ക് സുഖമായിരുന്നു യാത്ര ചെയ്യാം. പക്ഷേ അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ലഗേജ് എന്ത് ചെയ്യും? 7 പേരിരിക്കുമ്പോൾ റിയറിൽ വളരെ ചെറിയ സ്പേസ് ആയിരിക്കും. പക്ഷേ മാക്സിമം ആൾക്കാർ എന്താ ചോദിച്ചാൽ റൂഫ് റെയിലുണ്ട്, അവിടെ മുകളിലൊരു കാരിയറൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് പോകാനാണ് ചാൻസസ് കൂടുതൽ. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അത് ഇവിടെയാണ്. കാരണം റിയറിൽ നമുക്ക് ആ ഒരു ചെറിയ സ്പേസ് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ കാണുന്ന ഫ്രങ്ക്, സോ ഈ ഫ്രങ്കിൽ നമുക്ക് ഏകദേശം 150 ലിറ്റർ ഓഫ് സ്പേസ് ആണ്. അപ്പോൾ ഇത്രയും സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ബാഗൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റും. അത് മാത്രമല്ല ചാർജറിൻ്റെ ബാക്കിലൊന്നും കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചാർജറും വെക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് കാരണം തന്നെ നമുക്ക് രാത്രിയിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വണ്ടിനകത്ത് പ്രത്യേകത വെച്ചാൽ ഇതൊരു EV ആണ്. പക്ഷേ EVയുടെ അകത്ത് ഇവർ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് NVH ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. സോ ആ ഒരു NVH ലെവൽ എത്രത്തോളം ഇവർ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു EVയുടെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇതുവരെ അവർ സീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നോർമൽ സീലിംഗ് ഒന്നുമല്ല, റബ്ബറിൻ്റെ ബീഡിങ് ഉണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു ഇൻപുട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ പറയുന്നത് വെച്ചാൽ 130 കിലോമീറ്റർ സ്പീഡിൽ പോയാലും ഇതിൻ്റെ അകത്ത് അങ്ങനെ ടയർ നോയ്സോ മറ്റു സംഭവങ്ങളൊക്കെ വരില്ല. അതിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല തന്നെ ഇവിടെ 2 ഹൈഡ്രോളിക് സ്റ്റഡ്സ് ഉണ്ട്. ഇത് ആക്ച്വലി കോമ്പറ്റീറ്ററിൽ മിസ്സിംഗ് ആണ്. ഡയമെൻഷൻസ്, അപ്പോൾ നമുക്ക് സൈഡ് നോക്കണ മുമ്പ് ഈ മാത്രം ഡയമെൻഷൻസ് കൂടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ കാണുന്ന XEV 9Sന് ഇൻ ടേംസ് ഓഫ് ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഹാരിയറിനെക്കാട്ടിലും അല്ലെങ്കിൽ ഹാരിയർ EVയെക്കാട്ടിലും ലെങ്ത്ത് കൂടുതലുണ്ട്, വീൽ ബേസ് കൂടുതലുണ്ട്. അതായത് ലെങ്ത്തും വീൽ ബേസാണ് ഈ ഒരു വാഹനത്തിന് കൂടുതലുള്ളത് ഇഫ് കമ്പയർഡ് ടു ഹാരിയർ EV. പക്ഷേ ഹാരിയർ EVക്ക് ഈ ഒരു വാഹനത്തെക്കാട്ടിലും ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് കൂടുതലും, അതുപോലെ ഇൻ ടേംസ് ഓഫ് വിഡ്ത്ത്, അതായത് ഈ ഒരു ഭാഗമല്ലേ, അപ്പോൾ വിഡ്ത്ത് കൂടുതലും ഹാരിയർ EVക്കാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വീൽ ബേസ് ആണ് ആക്ച്വലി അകത്തുള്ള ആ ഒരു സ്പേസിന് തീരുമാനിക്കുന്ന സാധനം. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇതിൻ്റെ കോമ്പറ്റീറ്റർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് കാരണം തന്നെ ഇതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. അത് എത്ര ഉണ്ടെന്നുള്ള ഉറപ്പായിട്ട് നമ്മൾ അകത്ത് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അകത്തുള്ള സ്പേസ് ചെക്ക് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഭാഗത്ത് യൂസ് ചെയ്ത് വിൻഷീൽഡ് ആണെങ്കിലും ഈ ഒരു ഗ്ലാസ് ആണെങ്കിലും റിയർ ഗ്ലാസ് ആണെങ്കിലും ഇതെല്ലാം അക്കൂസ്റ്റിക് വിൻഷീൽഡാണ്. അക്കൂസ്റ്റിക് വിൻഷീൽഡ് ആകുമ്പോൾ നോർമൽ വിൻഷീൽഡ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ലെയറിൽ വ്യത്യാസമുണ്ട്. അത് കാരണം തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള സൗണ്ടിൽ മാറ്റമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വാഹനത്തൊക്കെ നമ്മൾ സ്പീഡിൽ ഓടിക്കുമ്പോൾ ടയർ നോയ്സ്, വിൻ നോയ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് ആക്ച്വലി കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്ലാസ്സിൽ വന്ന ഏറ്റവും വലിയ മാറ്റം. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ORVM അതായത് ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഇവിടെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉണ്ട്. അകത്ത് ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ മാർക്കേഴ്സ് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ORVM ഞാൻ വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് എത്രത്തോളം പെർഫെക്റ്റായി തോന്നിയില്ല. കാരണം ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് വെച്ചിട്ട് ഇത് കുറച്ച് ചെറുതായി പോയോ എന്ന് സംശയം. അത് മാത്രമല്ല കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ആ ഒരു പ്രോപ്പറായിട്ടുള്ള സെറ്റിങ്സിലേക്ക് വരാനായിട്ട്. ഈ ഒരു വാഹനം ഞാൻ 2000 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിച്ചു. അതിന് ശേഷം എടുക്കുന്ന റിവ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തിൽ ഇതാദ്യം പറഞ്ഞത്. ഇനി ഈ വാഹനത്തിൻ്റെ വേറെ കുറേ കാര്യങ്ങൾ കൂടി ഇഫ് കമ്പയർ ചെയ്യുമ്പോൾ ഹാരിയറിനെക്കാളും കൂടുതലാണ്. അതാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ 207 mm ആണ്. ഹാരിയറിനത് 201 mm ആണ്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുമ്പോൾ പ്രത്യേകിച്ച് ഇത് 7 സീറ്ററാണ്. അപ്പോൾ 7 പേരിന്ന് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഹമ്പ് ചാടുമ്പോഴും മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് ഈ വാഹനത്തിൻ്റെ അടി എവിടെയും സ്ക്രാച്ച് ചെയ്തില്ല, ലൈക്ക് ബെല്ലി ബ്രീച്ച് ഈ വാഹനം ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ തുറന്നിരിക്കുന്നത് ഇതിൻ്റെ ഹാൻഡിൽസാണ്. ഇതിൻ്റെ ഒരു വലിയൊരു ഫാനല്ല ഞാൻ, പക്ഷേ ഇതുപോലെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹാൻഡിൽസ് ഇതാണെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ റിമോട്ടിൽ അൺലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് വേണ്ടി ഇങ്ങനെ തുറന്ന് നൽകും. അത് കാരണം നമുക്ക് എന്താ വെച്ചാൽ സുഖമായിട്ട് അകത്ത് കയറാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എവിടെ വരുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഓട്ടോ പോപ്പപ്പ് ഇല്ലാത്ത സംഭവമാണെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഏത് സ്ഥലത്ത് ഞെക്കും എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ഞാൻ സ്ഥിരമായി ഓടിക്കുന്ന ഇപ്പോൾ ഒരു വിൻസർ ഉണ്ട്. വിൻസറിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് ഓട്ടോ പോപ്പ് അല്ലാത്തതുകൊണ്ട് പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റും എവിടെ ഞെക്കുണ്ടെന്ന്. അല്ലാത്തവരെന്താ വെച്ചാൽ ഓപ്പോസിറ്റ് ഭാഗത്ത് ഞെക്കി ആ സാധനം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് വരില്ല. അത് മാത്രമല്ല അതിനകത്ത് ഒരു NFC കൺട്രോളറും കൂടി ഉണ്ട്. അതായത് നമുക്ക് ഈ വാഹനത്തിനെ ഫോണിലൂടെ അൺലോക്ക് ചെയ്യാൻ പറ്റും. NFC കാർഡുണ്ട്, അത് വെച്ച് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോർമൽ ഒരു കീയിൽ
അൺലോക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു വാഹനത്തിൻ്റെ കീൻ്റെ അകത്ത് കുറേയേറെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടയർ സൈസിനെ കുറിച്ച് നോക്കാം. ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചാണ്. ഇതിൻ്റെ അലോയിൻ്റെ പാറ്റേൺ ആണ് നമ്മളിത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നത് മെക്പേഴ്സൺ ആണ് വിത്ത് ആൻറ്റി റോൾ ബാർ. റിയറിൽ 5 ലിങ്ക് സസ്പെൻഷനാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് IAS ഇൻ്റലിജൻറ്റ് ആക്റ്റീവ് സസ്പെൻഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റിയർ നോക്കുന്ന മുമ്പ് ഇതിൻ്റെ കീ ഇല്ലേ, ഈ കീൻ്റെ അകത്ത് കുറേ പ്രത്യേകത ഉണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ കീ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഹാരിയറിൻ്റെ EV കീയുമായിട്ട് ഞാൻ ഒന്ന് കമ്പയർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി മഹീന്ദ്ര XEV 9e 9s അതുപോലെ തന്നെ B6 ഒരേ കീയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ ഒരു കീയിൽ വന്ന മാറ്റം എന്താ പറയുകയാണെങ്കിൽ, ഈ വാഹനം ആദ്യം ഇനീഷ്യലി ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ കീ ഇങ്ങനെയായിരുന്നു ഇൻ ടേംസ് ഓഫ് ഷേപ്പ്, പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റിയിലായിരുന്നില്ല. അതുമാത്രമല്ല കുറേ ഗ്ലിച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ മഹീന്ദ്ര അതെല്ലാം കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു കീ ഇറക്കിയത്. ഇത് കുറച്ചും കൂടി ഇപ്പോൾ ഒരു റോബോസ്റ്റ് ബിൽഡാണ്. പിന്നെ അതിലുള്ള ഫീച്ചേഴ്സ് ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ലോക്ക്, എല്ലാ വാഹനത്തിനും ലോക്ക് ചെയ്യുന്ന പോലെ ഇതിവിടെ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നത് ഇതിൻ്റെ ബൂട്ടിനെ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ബൂട്ടിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ടെയിൽ ഗേറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്കിതിനെ മാനുവലി തന്നെ പൊക്കണം. സോ ജസ്റ്റ് റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ കാണുന്ന സംഭവമില്ല, ഇവിടെയാണ് എല്ലാ സംഭവം ഉള്ളത്. ഇതിനെ നമ്മൾ 2 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന AC നമുക്ക് ഫുൾ സ്പീഡിൽ ആക്റ്റീവ് ചെയ്യാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്, ഇത്രയും ചൂടുള്ള സമയത്ത് വാഹനത്തിന് നമ്മൾ എവിടെയെങ്കിലും ദൂരത്ത് നിന്ന് 2 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ AC അകത്ത് ഓണാവും. ഒന്നും വേണ്ട, 1 and 2 ഇത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ AC ആക്റ്റീവായി. ഇനി അത് മാത്രമല്ലാതെ ഇതേ സെയിം സംഭവത്തിന് നമുക്കൊന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനത്തിന് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു സ്വിച്ച് ഉണ്ട്, അതായത് ഫ്രണ്ടിലേക്കും ഇത് ബാക്കിലേക്കാണ്. അപ്പോൾ റിമോട്ട്ലി ഈ ഒരു വാഹനത്തിന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞിട്ടില്ല, ഇനി ഞാൻ പറഞ്ഞു ഈ വാഹനത്തിന് നമ്മൾ ഉറപ്പായിട്ടും ഇതിൻ്റെ കോമ്പറ്റീറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കീയൊക്കെ അടിപൊളിയാണെങ്കിൽ പോലും അതിൻ്റെ കീ ഇതുപോലെ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിക്ക് പണി കിട്ടും. ഞാൻ പറഞ്ഞ ഒരു വട്ടത്തിലെ കീ ഇല്ലേ, ഹാരിയർ EVയുടെ ആ ഒരു കീയാണ്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഈ വാഹനത്തിനകത്തുള്ള കീൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ കീ തൽക്കാലം പോക്കറ്റിൽ വെക്കുന്നു. അതിനുശേഷം ഈ വാഹനത്തിൻ്റെ റിയർ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാഹനത്തിൻ്റെ റിയർ ഭയങ്കര റിസംബിൾ ചെയ്യുന്നത് മഹീന്ദ്രയുടെ ഓൾ ന്യൂ 7XO ആയിട്ടാണ്. അതിൻ്റെ സെയിം ടെയിൽ ലാംപ്സ് ആണ്, പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തൊക്കെ. ഇത് മഹീന്ദ്ര EV ആയതുകൊണ്ട് ആ ഒരു ട്വിൻ പീക്ക് ലോഗോ ഇലക്ട്രിക്കലി ആണ്. XEV 9s ബാഡ്ജിങ് ഉണ്ട്. S ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റെഡ് കളറിൽ. വൈപ്പേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു സംഭവങ്ങളിൽ ഇതൊക്കെ ഈ വാഹനത്തിൻ്റെ ഡ്രാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്. ബമ്പറിൻ്റെ സ്റ്റൈലിംഗ് കാണാൻ സാധിക്കും. ഇവിടെ സെൻസേഴ്സ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ആ ഒരു റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമൊക്കെ കുറച്ചും കൂടി ഭംഗിയുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇതൊരു ABS മെറ്റീരിയലാണ്. ആക്ച്വലി ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ആളുകൾക്കൊരു സംശയമുണ്ട്, അതായിരിക്കും ഇതിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ അലമ്പായി പോകുമെന്ന്. അങ്ങനെയല്ല, മഹീന്ദ്ര പറയുന്നതും അതുപോലെ തെളിയിച്ച കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇഫ് കമ്പയർഡ് ടു മെറ്റൽ പാർട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി സേഫറാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ബൗൺസിങ് മെക്കാനിസം ഉണ്ട്. ഒരു വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ത്രസ്റ്റ് അല്ലെങ്കിൽ ആ പറഞ്ഞ ഫുൾ എനർജി ഇതിൻ്റെ ബോഡിയിലേക്ക് പോകില്ല. ഇതിവിടെ ഒരു റിഫ്ലക്ഷൻ സംഭവിക്കും. അത് കാരണം തന്നെ ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ സഹായിക്കാൻ ഈ ഒരു മെറ്റീരിയലിന് സാധിക്കും. അത് പ്രൂവനാണ്. ഇതിപ്പോൾ വന്നതല്ല, മഹീന്ദ്രയുടെ XUV 700 മുതൽ നമ്മളിത് കാണുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് മാനുവലിയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അത് മാത്രമല്ല അധികം വെയിറ്റ് ഒന്നുമില്ല. സോ മാനുവലി ഓപ്പൺ ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ഹാരിയർ EV വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹാരിയർ EVയിൽ നമുക്കതിൽ റിമോട്ട്ലി ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3 റോ ആക്റ്റീവ് ആയതിൻ്റെ ശേഷമുള്ള സ്പേസാണ്. അപ്പോൾ ഇവിടെയാണ് ഈ സ്പേസ് ഇല്ലായ്മയ്ക്ക് പരിഹാരമാണ് ഫ്രണ്ടിൽ കാണേണ്ട ഒരു 150 ലിറ്റേഴ്സിൻ്റെ ഫ്രണ്ട് സ്പേസ്. ഇനിയിപ്പോൾ നമുക്ക് സ്പേസ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഇതിനൊന്ന് താഴ്ത്തുക, ഇതിനെ റിലീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പോയി കിടന്നോളും. അപ്പോൾ ഈ ഒരു 3rd റോ മാത്രമല്ല തന്നെ 2nd റോ വരെ നമുക്കിങ്ങനെ ഫ്ലാറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നമുക്ക് സുഖമായി കടന്നുറങ്ങാം. അങ്ങനെ കടന്നുറങ്ങുമ്പോൾ ഇതിനകത്തൊരു AC ഒരു മൂഡും കൂടി ഉണ്ട്. അത് ഉറപ്പായിട്ട് ഞാൻ അകത്തുനിന്ന് പറഞ്ഞുതരാം. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം മടക്കി വെച്ചാൽ മാത്രമേ ഇതിന് ബൂട്ട് സ്പേസ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയ ഷാലോ സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇനി ബൂട്ട് സ്പേസിൻ്റെ ആ ഒരു കണക്കും കൂടി പറയാം. ലിറ്ററിൽ നോക്കുകയാണെങ്കിൽ മഹീന്ദ്രയുടെ XEV 9s ഹാരിയറിനെക്കാട്ടിലും ബൂട്ട് സ്പേസും കൂടുതൽ. XEV 9s ആർക്കിടെക്ചറിനെ കുറിച്ച് കൂടി സംസാരിച്ചിട്ട് നമുക്കിതിൻ്റെ എക്സ്റ്റീരിയേഴ്സ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് ഇതിനെ ചാർജ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ബോൺ ഇലക്ട്രിക് വാഹനമാണ്. ബോൺ ഇലക്ട്രിക് വാഹനം ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഈ ഒരു വാഹനം ഉണ്ടാക്കിയത് തന്നെ ഒരു പ്രോപ്പർ ഒരു EV ആയിട്ടാണ്. അതായത് ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ഞാൻ ചാർജ് ചെയ്യാമെന്ന് വിചാരിക്കുക, ഇതിനെ നമുക്ക് 180 kW ചാർജ് ചെയ്യാൻ സാധിക്കും. അത് തന്നെ Harrier.EV എനിക്ക് ചാർജ് ചെയ്യുമ്പോൾ 180 വരെ കിട്ടില്ല, 120 വരെ കിട്ടുള്ളൂ. അതാണ് ഈ ഒരു ബോൺ ഇലക്ട്രിക് ആകുമ്പോൾ വരുന്ന ഒരു പ്രത്യേകത. പിന്നെ വേറൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ചാർജ് എത്ര ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അത് മാത്രമല്ല ഇത് ആക്റ്റീവായിട്ട് ചാർജ് ആവുന്നുണ്ടോ, എറർ ഉണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് പല രീതിക്കുള്ള ആ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന മാറ്റങ്ങൾ കാണിക്കും. അപ്പോൾ അതൊന്നും EV ആയിട്ടുള്ള ഹാരിയറിലില്ല. ഹാരിയറിൽ എന്താ വെച്ചാൽ ഈ ഒരു കാണുന്ന സംഭവം ഇതിൻ്റെ ഫ്രണ്ടിൽ DRLസിലുണ്ട്, പക്ഷേ അത്രയും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ലൈക്ക് 180 kW നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മളൊരു സിയോണിൻ്റെ ഒക്കെ പോയി ഒരു ഗൺ എടുക്കുക, 120 ഗണ്ണൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം കുറച്ചും കൂടി പെട്ടെന്ന് ചാർജ് ആകും ഇഫ് കമ്പയർഡ് ടു ദ കോമ്പറ്റീറ്റർ. ഇനിയിപ്പോൾ അതിൻ്റെ 20 to 80% കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 25 minutes കൊണ്ട് ഈ ഒരു വാഹനത്തിന് ചാർജ് ആക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീറ്ററിന് നമുക്ക് ഏകദേശം ഒരു 30 minutes വേണ്ടി വരും. സോ അവരൊരു 10 മിനിറ്റിൻ്റെ ആഡ് ഓൺ ആണ് ഈ ഒരു ആർക്കിടെക്ചർ മാറുമ്പോൾ വരുന്ന മാറ്റം. അപ്പോൾ ഇതൊക്കെയായിരുന്നു മഹീന്ദ്ര XEV9S എക്സ്റ്റീരിയേഴ്സ്. അത് മാത്രമല്ല റിയറിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം വെച്ചാൽ ഇതിനകത്ത് വരുന്ന ക്യാമറയുടെ ക്വാളിറ്റി അതിഗംഭീരമാണ്. അത് മാത്രമല്ല തന്നെ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ആ മൊത്തം സിനാരിയോ ഇല്ലേ അതും അകത്ത് ഇങ്ങനെ തിരിയുന്ന കാണാം. സോ ദാറ്റ് കുറച്ചും കൂടി നമ്മുടെ ജഡ്ജ്മെൻറ്റ് ക്ലിയർ ആവും. ഇതുവരെ പകുതി മാത്രമേ ആയിട്ടുള്ളൂ, ലൈക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയർ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇൻറ്റീരിയേഴ്സിൽ ഈ വാഹനത്തിൻ്റെ കുറേ രസകരമായിട്ടുള്ള സംഭവമുണ്ട്. അതും നമ്മൾ ഇതുപോലെ Harrier.EV കമ്പയർ ചെയ്യും. സോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഇപ്പോൾ ഇത് വാങ്ങണോ അത് വാങ്ങണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻ കൃത്യമായിട്ട് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നമുക്കിനി ഇൻറ്റീരിയേഴ്സിലേക്ക് പോവാം. XEV9 ഇൻറ്റീരിയേഴ്സ് കണ്ടവർക്ക് ഇതിനകത്തുള്ള ഇൻറ്റീരിയേഴ്സിൽ വലിയ പുതുമ ഉണ്ടാവില്ല, കാരണം ഇത് സെയിം ആസ് XEV9 ആണ്. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളുടെ ഡീറ്റെയിലേക്ക് പോവാം. ഫസ്റ്റ് ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, പക്ഷേ ഈ കാണുന്ന വലിയ സ്ക്രീനിൽ അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ സ്ക്രീനിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു വണ്ടി ഞാൻ ഇനീഷ്യലി ഓടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഓടിച്ച കേസല്ല, ഞാൻ ചെന്നൈയിൽ ഈ വാഹനത്തിൻ്റെ 9 അതുപോലെ തന്നെ ബാക്കിയുള്ള 6 ഒക്കെ ഓടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഗിമിക്സ് ആയിരിക്കും, ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല എന്ന്. പക്ഷേ ഈ ഒരു വണ്ടി കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഓടിച്ചപ്പോൾ ഇതിനകത്തുള്ള ഓരോരോ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഇത് വേർത്താണ്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് സൗണ്ടൊക്കെ നമുക്ക് പിന്നെ എവിടെ ഇരുന്നാലും കേൾക്കുന്ന പോലെ തന്നെ ഈ സംഭവം ചെറിയ രീതിക്കുള്ള ഒരു എന്താ പറയുക ആ ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. പക്ഷേ സ്റ്റിൽ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. സോ ഡിസ്ട്രാക്റ്റഡ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആവും, പക്ഷേ ഇത് കുറച്ചും കൂടി മോർ സെൻസിബിൾ ആക്കിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വാഹനം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂവി പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈ മൂവീനെ എനിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആക്ച്വലി ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും വരും. അതായത് ഇവിടെയും കാണാം ഇവിടെയും കാണാം. പക്ഷേ ഇത് തന്നെ നമ്മൾ വാഹനം റൺ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പിന്നെ ഇത് പ്രോപ്പറായിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇതിൻ്റെ മിഡിൽ സ്ക്രീൻ മാറും. സോ അങ്ങനെ ആ ഒരു കണ്ടീഷൻസിൽ നോക്കുകയാണെങ്കിൽ ഇത് നല്ലതാണെങ്കിൽ പോലും ഡിസ്ട്രാക്ഷൻ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ഈ ഒരു ഭാഗത്തിരിക്കുന്ന ആൾക്ക് ഓൺ ദ ഗോല് ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസും മറ്റു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ തന്നെ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്, കാരണം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂവി കാണുന്നത് അത്ര വലിയ ശീലമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ കാലം മാറി. ലൈക്ക് പണ്ടൊക്കെ ആണെങ്കിൽ പാർക്കിലിട്ടാൽ മാത്രമേ ഇതൊക്കെ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഓഫ് വാഹനങ്ങളുടെ അകത്ത് ഓൺ ദ ഗോലെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ കാണുന്ന ഇവിടെയുള്ള എന്ത് സംഭവവും നമുക്ക് ഇതിൻ്റെ റിയറിൽ മിറർ ചെയ്യാം. അപ്പോൾ റിയറിൽ മിറർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു ഐപാഡ് ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ടായാൽ മതി. അതിലേക്ക് ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോകുന്ന അതേ സെയിം സാധനം അതേ ഒരു എന്താ പറയുക സ്പീഡിൽ, അതായത് ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലേറ്റൻസി ഇല്ലാതെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഈ സ്ക്രീനിൻ്റെ അകത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ വാവ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ മെർസിഡീസിൻ്റെ ഒക്കെ ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ ഇൻഫോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത്രയും ക്വാളിറ്റി ഇല്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ ഇത് മാനേജബിളാണ്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഫീഡ്ബാക്ക് നൽകും. അതായത് ഇപ്പോൾ നമ്മളൊരു ഫോണിൽ ഒരു ആപ്പ് ആക്സസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്സസ് ചെയ്യുമ്പോൾ ആ ഒരു സ്പീഡില്ലേ, ആ ഒരു സ്പീഡ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആക്ച്വലി യൂട്യൂബ് ഉണ്ടോ ഇത്രയും പെട്ടെന്ന് ആക്റ്റീവായി വന്നു. ഓക്കെ, അപ്പോൾ ലാഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ
നോർമൽ കണ്ടീഷൻസിൽ ഒരു മൊബൈൽ ഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് റാമിൻ്റെ കേസൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു 40 GB ഓഫ് റാം ഉണ്ട്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം 2 GB 4 GB ഒക്കെയാണ് നമ്മൾ നോർമലി ഒരു ഇൻഫോയിൽ കാണാറ്. ബട്ട് ഇതിൻ്റെ അകത്ത് 40 GB ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഇതിൻ്റെ ഡിസ്പ്ലേയിൽ എന്തായാലും കാണാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന എല്ലാ വാഹനത്തിൻ്റെ അകത്തും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അതെല്ലാം ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്ക് മാറി. അതായത് ഇപ്പോൾ നമുക്ക് ഈ വാഹനത്തിനകത്ത് ഇപ്പോൾ AC ആക്റ്റീവ് ചെയ്യാനാണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം ഇതിൽ ആശ്രയിക്കണം. അപ്പോൾ ഇനീഷ്യലി ഈ വണ്ടി ഞാൻ ഫസ്റ്റ് ഒരു ദിവസം ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, കാരണം എന്തൊക്കെ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ. പിന്നെ അതിന് ശേഷം യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ ഫേവറിലേക്ക് വന്നു. ലൈക്ക് പിന്നെ നമുക്കറിയാൻ പറ്റും ഇത് എവിടേക്കാണുള്ളത്. പക്ഷേ കുറച്ച് പ്രായം ചെന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്ന പോലെ തന്നെ എൻ്റെ അച്ഛനാണ് ഈ വണ്ടി ഉപയോഗിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് കുറച്ച് കൺഫ്യൂഷൻസ് വരും. കാരണം അതൊക്കെ എവിടെയാണ്, കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ആപ്സ് ഇല്ല, അതിൻ്റെ അകത്ത് ഇല്ലാത്ത ഫംഗ്ഷനാലിറ്റി ഇല്ല. ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഞാൻ വാഹനം ഓടിക്കുമ്പോൾ ഞാൻ ബൈ ചാൻസ് എനിക്കൊരു സീനസ് ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കൊരു ഉറക്കം ഫീൽ ചെയ്യുന്ന സമയത്ത് ഇത് ഡിറ്റക്ട് ചെയ്യും. ആ സമയത്ത് എനിക്കൊരു വാർണിംഗ് നൽകും, സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്യും, അതായത് എന്നെ ആക്റ്റീവ് ആക്കും. അത് മാത്രമല്ല തന്നെ എനിക്കിപ്പോൾ ബൈ ചാൻസ് ഒരു ഗൂഗിൾ മീറ്റ് എടുക്കണം. അപ്പോൾ ആ ഗൂഗിൾ മീറ്റിനൊക്കെ ഈ ഒരു ക്യാമറ പ്രോപ്പറായിട്ട് സഹായിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു സെൽഫി എന്നൊരു മോഡ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇവിടെ കാണാൻ സാധിക്കും, ഈ സീറ്റിലിരിക്കുന്ന എല്ലാവരും കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം, ഫോട്ടോ എടുക്കാൻ പറ്റും. ഇനി അത് മാത്രമല്ല നമ്മളൊരു ടൂറിന് പോകാമെന്ന് വിചാരിക്കുക, ഒരു ഫാമിലി ആയിട്ട് ആ ഒരു ടൂറിന് പോകുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റ് ആക്ച്വലി ചെറിഷ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ആ വണ്ടിയിൽ നടക്കുന്ന എല്ലാ സാധനവും നമുക്ക് ചെറിഷ് ചെയ്യാനൊക്കെ പറ്റും. സോ ബേസിക്കലി ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് അത്രയും ഫംഗ്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസം പിടിക്കും ഇതിൻ്റെ ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് പഠിക്കാൻ. പക്ഷേ അവിടെയല്ല ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഈ ഒരു 3 ദിവസം ഈ വാഹനം നോൺ സ്റ്റോപ്പായിട്ട് ഓടിച്ചിട്ട് പോലും ഒരു വട്ടം പോലും എനിക്ക് ഒരു ഗ്ലിച്ച് സംഭവിച്ചിട്ടില്ല. അത് എനിക്ക് എടുത്ത് പറയാൻ തോന്നിയാലുള്ള കാര്യം എന്താ വെച്ചാൽ, ഓബിയസ്ലി മഹീന്ദ്രയുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങളൊക്കെ ആകുമ്പോൾ ഓബിയസ്ലി നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഗ്ലിച്ചുകൾ ഉണ്ടാവും, കാരണം ഇവരിപ്പോഴും അതിൽ പ്രോപ്പറായിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഈ ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒരു ഗ്ലിച്ചസും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഞാൻ മൊത്തത്തിൽ ഈ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഇതൊരു കമ്പാരോ വീഡിയോ ആണ്. ഇതേ സാധനം തന്നെ ഞാൻ ഇതിൻ്റെ കോമ്പറ്റീറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് 2-3 ഗ്ലിച്ചസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഗ്ലിച്ചസൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് ഈ ഒരു സ്ക്രീൻ നൽകിയത് തന്നെ ഇതിനകത്തുള്ള ആ ഒരു ഓഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അകത്തുള്ള ടോട്ടൽ സൗണ്ട് ട്യൂൺ ചെയ്തിട്ടുള്ള ആൾ വേറെ ആരുമല്ല, ശ്രീ AR റഹ്മാനാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ AR റഹ്മാൻ പോലത്തെ ഒരു അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു കമ്പോസറിനെ മഹീന്ദ്രയ്ക്ക് വിളിച്ച് ആ ഒരു സംഭവത്തിൽ ഇത് ട്യൂൺ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂപ്പർ എന്തായാലും ചുമ്മാ വന്ന് ട്യൂൺ ചെയ്യുന്നില്ല. കാരണം മൂപ്പർക്ക് അറിയാൻ പറ്റും ദാറ്റ് ഇതിനകത്തുള്ള സിസ്റ്റം നല്ലതായിരിക്കണം. സോ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഹാർമൺ കാർഡോണാണ്. അപ്പോൾ ഹാർമൺ കാർഡോൻ്റെ 1400 വാട്ട്സ് വിത്ത് 16 സ്പീക്കേഴ്സ്. അപ്പോൾ മിക്കതും ഞാൻ സൗണ്ട് ട്യൂൺ ചെയ്യാറുണ്ട്. ആ സൗണ്ട് ട്യൂൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, എല്ലാ വാഹനങ്ങളിലും ആദ്യത്തെ 2 സീറ്റിലിരുന്ന് പാട്ട് കേൾക്കാനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ റിയറിലേക്ക് പോകുമ്പോൾ അത് ഫീബിളായി പോകും. ലൈക്ക് ബാക്കിലത്തെ ആൾക്കാർക്ക് ഒന്നും കേൾക്കില്ല. പിന്നെ അവസാനം നമ്മൾ ഫീഡറിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇതുവരെ ഞാൻ വണ്ടി ഓടിച്ചതിൽ ഏറ്റവും നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഓൺ ഓൾ ദ റോസ് കിട്ടുക. ലൈക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പാട്ട് കേൾക്കുമ്പോഴും അതേ ഒരു ക്വാളിറ്റി എനിക്ക് സെക്കൻഡ് റോയിലും കിട്ടും, ഈവൻ തേർഡ് റോയിലും കിട്ടും. അനുസരിച്ചാണ് നമുക്കിവിടെ സ്പീക്കർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 16 സ്പീക്കേഴ്സിൻ്റെ അകത്ത് സറൗണ്ട് സ്പീക്കേഴ്സ് ഉണ്ടോ, ഈ കാണുന്ന സ്പീക്കേഴ്സൊക്കെ സറൗണ്ട് സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇതും വലിയൊരു ഹൈലൈറ്റാണ്. അത് മാത്രമല്ല ഡോൾബി അറ്റ്മോസ് ഇൻകോർപ്പറേഷൻ ആയിട്ട് ഒരു മൂവി കാണുമ്പോൾ നമുക്ക് ആ മൂവിയുടെ പ്രോപ്പറായിട്ടുള്ളൊരു ഫീല് കിട്ടും. അപ്പോൾ അതുപോലെ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല യാത്ര ചെയ്യുമ്പോൾ കാണാനായിട്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് റീചാർജ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ആക്ച്വലി ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടി ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, വണ്ടി നമ്മൾ ചാർജ് ചെയ്യുന്ന ആ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കോണ്ടൻസ് ആക്ച്വലി കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്കൊരു 1/2 മണിക്കൂർ to 1 മണിക്കൂർ സംസാരിക്കാനുള്ള അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ AC തന്നെ ഇപ്പോൾ എൻ്റെ അകത്ത് പോൾ മോഡ്, അതേപോലെ നമ്മളിപ്പോൾ ഒരു പട്ടിയോ അങ്ങനെ എന്തെങ്കിലും സംഭവത്തിന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന് നമുക്ക് കാറിലെടുത്ത് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ തരും. സ്ക്രീൻ പിന്നെ ഓഫ് ആവില്ല, സോ ദാറ്റ് അത് എൻഗേജ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. ക്യാമ്പ് മോഡ് ഉണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ എയർ കണ്ടീഷനെ ആക്ച്വലി എഫിഷ്യൻറ്റ് മോഡിലേക്ക് ആക്കാൻ പറ്റും, സോ ദാറ്റ് റേഞ്ച് കൂടുതൽ കിട്ടാൻ എല്ലാ കാര്യത്തിലും. അതായത് ഈവൻ ഇതിൻ്റെ ഇൻടേക്കിൽ കിട്ടുന്ന ആ ഒരു നമ്മളിപ്പോൾ നോർമലി ചാർജ് ചെയ്യാമെന്ന് വിചാരിക്കുക, ഷെഡ്യൂൾ ചാർജൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻടേക്ക് വോൾട്ടേജ് ഇല്ലേ അതുവരെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് പഠിച്ചെടുക്കാം. പക്ഷേ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു 100% ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 10% പോലും യൂസ് ചെയ്യില്ല.
അതും എടുത്തു പറയണം എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ക്രീനിൻ്റെ പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത, ഇത്രയും ചെയ്തിട്ടും ഒരു ഗ്ലിച്ചും ഇല്ല. ഇപ്പോൾ ഏകദേശം ഒരു 38 ഡിഗ്രീസാണ്. ഞാൻ ഇതിനായിട്ട് കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ അവിടെ 42 വരെ പോയെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഗ്ലിച്ചേഴ്സ് വന്നില്ല. ഇത്രയും ചൂടായിട്ട് പോലും അത് ഒരു വട്ടം പോലും ഓഫ് ആയിട്ടില്ല. സോ ഇതൊക്കെ എടുത്ത് പറയാൻ തോന്നുന്നു വെച്ചാൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ മഹീന്ദ്രയ്ക്ക് വന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു പുതിയ ജനറേഷൻ ഓഫ് വാഹനങ്ങളകത്ത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പരിഹരിച്ചിട്ട് അവർ വാഹനം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ആ ഒരു 3 ഡിസ്പ്ലേനെ കുറിച്ച്. പിന്നെ ബാക്കിയെല്ലാം സാധാ കാറുള്ള പോലെ തന്നെയാണ്. ടെമ്പറേച്ചറും ബാക്കിയുള്ള റേഞ്ചും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അകത്തൊരു HUD ഉണ്ട്. അപ്പോൾ ഈ HUDയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് കിലോമീറ്റർ, റീജൻ, ബാക്കി എല്ലാ സംഭവം കാണുന്ന കൂടെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ മാപ്പ് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. അതല്ലാതെ നമുക്ക് ആ ഒരു HUDയുടെ അകത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോപ്പർ സ്ഥലത്തിലേക്ക് പോകാൻ സാധിക്കും വിത്ത് ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ്. അതായത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒരു വണ്ടി വന്നാൽ അതും നമുക്ക് ഇവിടെ കൃത്യമായി കാണിക്കും. ആ വാഹനം ലെഫ്റ്റിലാണോ റൈറ്റിലാണോ അതുവരെ ഇത് കാണിക്കും. സോ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സെഗ്മെൻറ്റിൽ ബാക്കി ഏതെങ്കിലും വാഹനത്തിന് ഇത്രയും രസകരമായിട്ടുള്ളൊരു HUD ഉണ്ട്. ഞാൻ പറഞ്ഞു വിൻഫാസ്റ്റിൻ്റെ VF7 ഇതൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഓപ്ഷൻസ് നൽകുന്ന HUD വേറെ ഇല്ല. ഇനി നമുക്ക് ചെറിയ രീതിക്കുള്ള പരാതി തോന്നി എന്താ വെച്ചാൽ ഈ ഒരു ഭാഗമല്ലേ, ഇതിൻ്റെ ടോപ്പ് ഒന്ന് കുറച്ചും കൂടി പ്രീമിയം ആക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ് മെറ്റീരിയൽസ് ഇവിടെയൊക്കെ ഉപയോഗിച്ച മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇവിടെ കുറച്ച് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ നല്ല രീതിക്ക് റിഫ്ലക്ഷൻസ് കിട്ടും. അതായത് നമ്മൾ ഇതെല്ലാം നല്ലത് പറഞ്ഞു, പക്ഷേ ഇതേ തന്നെ നമ്മളൊരു മൂവിയൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് നല്ല വെയിലാണെങ്കിൽ കാഴ്ചയിൽ ചെറിയ പ്രശ്നമുണ്ട്. നേരിട്ട് കാണുമ്പോൾ വലിയ പ്രശ്നമില്ലെങ്കിൽ പോലും ബാക്കിൽ നിന്നൊക്കെ കാണുമ്പോൾ അത്രയും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതെല്ലാം ഈ റിഫ്ലക്ഷൻസ് കാരണമാണ്. അത് ആക്ച്വലി മഹീന്ദ്രയ്ക്ക് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു ഇതൊന്ന് സോഫ്റ്റ് ആക്കിയ. അപ്പോൾ ഇത് മാത്രമുള്ള ഈ ഒരു ഭാഗത്ത് എനിക്ക് പരാതിയായിട്ട് പറയാനുള്ളത്. ഇവിടെ ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. 2 AC ഇടുന്നുണ്ട്. അവിടെ ഒരു എന്താ പറയുക ക്ലിക്ക് ശബ്ദം അതൊന്നുമില്ല. ബട്ട് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ AC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്താണ് നമ്മൾ AC ടെസ്റ്റ് ചെയ്യേണ്ടത്. 7 പേരിന്ന് യാത്ര ചെയ്തു ഞങ്ങൾ 7 പേരും കൃത്യമായിട്ടിത് കംഫർട്ടാക്കി വെക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ അകത്ത് ഇതൊരു ഡിജിറ്റലാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ടച്ച് സ്ക്രീനുള്ള വാഹനമാണ്. അപ്പോൾ AC നമുക്ക് ഈ ഒരു സംഭവമല്ലേ ഇവിടെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്കിപ്പോൾ AC ടെമ്പറേച്ചർ കൂടണമെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നേരെ AC പോയി. പിന്നെ ഇത് 2 രീതിക്ക് വർക്ക് ചെയ്യും. ഒന്ന് വന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ ഇങ്ങനെ തിരിച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അത് മാത്രമല്ല തന്നെ മോഡിലേക്ക് പോകണമെങ്കിൽ പിന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ജോയ്സ്റ്റിക്ക് പോലെ ഇതിനെ വർക്ക് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് നമ്മുടെ യാത്രയിൽ നമുക്ക് AC വേണ്ടിയിട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇങ്ങോട്ടോ നോക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ടൈം എടുക്കും നമ്മൾ ശീലിക്കാനായിട്ട്. ഒരു വട്ടം ശീലിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്. ഇത് ഓട്ടോ പാർക്കിങ്ങിലൊരു വാഹനമാണ്. അത് മാത്രമല്ല ഇതിൻ്റെ 360 ഡിഗ്രി ആ ഒരു പാർക്കിംഗ് ക്യാമറ മറ്റിൻ്റെ വ്യൂ ഒക്കെ ഇപ്പോൾ ഞാനിത് എടുത്ത് കാണിച്ചു തരാം. ക്ലാരിറ്റി അതിഗംഭീരമാണ്. അത് മാത്രമല്ല അത് ഓട്ടോ റെക്കോർഡ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കമ്പാരിസൺ കൂടി ഞാൻ പറയാം. ഈ വാഹനത്തിനകത്ത് നമുക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്കോർഡാവും. കേട്ടോ, റെക്കോർഡിംഗ് സ്റ്റാർട്ട് എന്ന് കാണിച്ചു. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ 4 ക്യാമറയും ഇത് വർക്ക് ചെയ്യും. ഫ്രണ്ട്, റിയർ, 2 സൈഡിലുള്ളത്. അപ്പോൾ ഒരു CCTV പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് ഇഫ് നമ്മളൊരു ഹാരിയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാരിയറിൽ റെക്കോർഡിംഗ് ഉണ്ട്, അത് ഈ ഒരു ഭാഗത്താണെന്ന് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ഫ്രണ്ടും ബാക്കും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, സൈഡ് റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് 4 സൈഡിലൊരു ഔട്ട്പുട്ട് വേണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ദിസ്. മറ്റേ ആക്സസിബിലിറ്റി കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അത് മാത്രമല്ല അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് പോലത്തെ അത്രയും ബുദ്ധിമുട്ടില്ല. ഹാരിയറിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ പെൻ ഡ്രൈവ് പോലത്തെ സംഭവം കുത്തിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ്ലി വൈഫൈ വഴിയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ബട്ട് ഫീച്ചർ വൈസ് കുറച്ചും കൂടി കൂടുതൽ ഇതാണ്. ലൈക്ക് ഇതിൻ്റെ 3D പാർക്കിങ്ങും മറ്റേ സംഭവങ്ങളൊക്കെ പ്രോപ്പറാണെന്നുള്ള കാര്യം പറയാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഫംഗ്ഷനാലിറ്റി അടിപൊളിയാണെങ്കിൽ പോലും ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് കണ്ടോ ഇവിടെ ആ ഒരു സുഖം കിട്ടിയില്ല. കുറച്ചും കൂടി എളുപ്പ രീതിക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഇതിൻ്റെ പേഴ്സണൽ ഫീലാണ്. ബട്ട് ഇതെല്ലാം വർക്കിംഗ് ആണ്. പക്ഷേ കുറച്ച് കൂടുതൽ സ്ട്രെസ് കൊടുക്കണം ഇത് ചെയ്യാനായിട്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഫോൺ വയ്ക്കാൻ പറ്റും. ഒന്ന് വയർലെസ്ലി ചാർജ് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ ഈ ഫോണിലെടുത്ത് മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 USB-C ഉണ്ട്. അത് ഒന്ന് ഫാസ്റ്റ് ചാർജാണ്. ആക്ച്വലി 2ഉം ഫാസ്റ്റ് ചാർജാണ്. 65 kW അത് നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഏറ്റവും ഈ വണ്ടിനകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കാണുന്ന ഗിയർ ലിവർ നമുക്ക് പറയാൻ പറ്റില്ല, ജസ്റ്റ് ആ ഒരു ഡ്രൈവ് സെലക്ടർ എന്ന് പറയാം. ഈ ഡ്രൈവ് സെലക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഓബ്വിയസ്ലി ഞാൻ ഹാരിയർ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സമയത്ത് ഇത് വീഴും. ഞാനിപ്പോൾ ഇതിനെ ന്യൂട്രലിട്ട് കഴിഞ്ഞാൽ അത് ന്യൂട്രലാണ്, അല്ല 2 തപ്പലൊന്നുമില്ല. ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവിലാണ്, ഇനിയിപ്പോൾ റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക പെർഫെക്ഷൻ ഹാരിയറിൽ ആക്ച്വലി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ബട്ട് ശീലിച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. പക്ഷേ ഇതിൻ്റെയും ആ ഒരു കംഫർട്ട് ഇല്ല എന്നുള്ള കാര്യം പറയാം. ഇവിടെ ഓട്ടോ പാർക്ക് ഉണ്ട്, ഓട്ടോ ഹോൾഡ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് AC മാത്രമല്ലാതെ തന്നെ ഇവിടെ നമുക്ക് വോളിയം റോക്കേഴ്സ്. അപ്പോൾ ഇതിനകത്ത് വോളിയം തപ്പ എളുപ്പം അല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഈ വോളിയം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കേട്ടോ ഇവിടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതുതന്നെ എനിക്കിപ്പോൾ
ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു എന്താ പറയുക, നമുക്ക് വാഹനത്തിന് ഏത് മോഡിൽ ഓടിക്കാം. ഇതിനകത്ത് ഇപ്പോൾ 4 മോഡുണ്ട്. അപ്പോൾ ഡിഫോൾട്ട് ഉണ്ട്, അതല്ലാതെ തന്നെ നമുക്ക് റേഞ്ച്, എവറി ഡേ, അതുപോലെ തന്നെ സ്പോർട്ട് മോഡ് ഇവർ പറഞ്ഞ റേസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതല്ല എനിക്ക് തോന്നിയത്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻഡിവിജ്വലി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതിനെ കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. ലൈക്ക് സ്റ്റിയറിംഗ് റെസ്പോൺസ്, അതുപോലെ സസ്പെൻഷൻ, മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഐസ് വാഹനത്തിൽ കോൺഫിഗർ ചെയ്യില്ല, അതുപോലെ ഈ ഒരു വാഹനത്തിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല നമുക്ക് ഹോമിലേക്ക് പോകാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഇവിടെ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതൊരു ഈസി ആക്സസിബിൾ സെറ്റപ്പാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ കീ വെക്കാൻ പറ്റും, ചെറിയ സംഭവങ്ങളൊക്കെ അടിയിൽ വെക്കാൻ പറ്റും. പിന്നെ ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനം എനിക്ക് ഫ്രണ്ടിലേക്ക് ആക്കണം. സോ അതിനുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ സെൻട്രൽ കൺസോൾ. നീറ്റ്ലി ഡിസൈൻഡ് ആണ്, ഓവർ എന്താ പറയുക സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ഈ ഒരു പ്ലാസ്റ്റിക്സിൻ്റെ കേസിൽ ഞാൻ തീരെ ഹാപ്പിയല്ല. പ്രത്യേകിച്ച് ഈ കാണുന്ന ഗ്ലോ ബോക്സിൻ്റെ ഒക്കെ ഈ ഒരു ക്വാളിറ്റി ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഗുണം എന്താ സംഭവിച്ചാൽ ഗ്ലോ ബോക്സിൻ്റെ ഇവിടെ ഒരു ആഡ് ഓൺ ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ലാപ്ടോപ്പും ഐപാഡൊക്കെ വെച്ച് സെപ്പറേറ്റ് തണുപ്പിക്കാനൊക്കെ പറ്റും. ബട്ട് സ്റ്റിൽ ഇതിലവർ നല്ല രീതിക്ക് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. XEV 9e അതുപോലെ 9s ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ ഇനീഷ്യലി എൻ്റെ വീഡിയോ തന്നെ പറഞ്ഞു ഇതിങ്ങനെ ആവാൻ പാടില്ല, കാരണം അത് മൊത്തത്തിൽ ഫ്ലംസി ആണെന്നുള്ളത്. പിന്നെ എനിക്ക് മനസ്സിലായതായിരിക്കും ഇതിങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്ത് നമ്മുടെ ഭാഗത്തിൽ തെറ്റാണ്. ഈ കയ്യില്ലേ ജസ്റ്റ് ഒന്ന് കൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി, നമുക്ക് അവിടെ ഒരു വൈബ്രേഷൻ വരാൻ അനുസരിച്ച് ഇത് വർക്ക് ചെയ്യും. കണ്ടോ, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കൈ മാത്രം കൊണ്ടുവന്ന് വെച്ചാൽ മതി. അവിടെ ആക്ച്വലി പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. മിക്ക ആളുകൾ എന്താ ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഞെക്കുമ്പോഴാണ് ഇത് മൊത്തത്തിൽ ഇളകുന്നൊരു ഫീൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയാണ്. പക്ഷേ സ്റ്റിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇൻ ടേംസ് ഓഫ് റിഫ്ലക്ഷൻസ് ഒക്കെ. ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻസ് ഈ ഭാഗത്ത് മൊത്തം കൂടുതലാണ്. പല ചെറിയ ഒരു പൊടിയും മറ്റു സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇത് മാത്രമുള്ളൊരു ഇഷ്യൂ. അത് വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് ഈ വാഹനത്തിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങും അതുപോലെ സ്റ്റോക്സിൻ്റെ കേസ് കൃത്യമായിട്ട് എടുത്ത് പറയാം എന്താണെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. വട്ടം പ്രോപ്പറായിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരു നോർമൽ ഒരു വട്ട സ്റ്റിയറിംഗിൻ്റെ ഫീൽ ഉണ്ട്. കൺട്രോൾസ് എല്ലാം യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ കാണുന്ന പാഡൽ ഷിഫ്റ്റേഴ്സ്, മിക്ക വാഹനങ്ങൾക്കും പാഡൽ ഷിഫ്റ്റേഴ്സ് ബാക്കിലായിരിക്കും. അതിനെക്കാട്ടിലും ബെറ്ററാണ് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ. ഈ വീലെ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് റീജനറേഷന് വേണ്ടിയിട്ടാണ്. റീജനറേഷൻ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യം ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എന്തായാലും ഡ്രൈവിൽ പറയാം. അതുമാത്രമല്ല 2 മോഡ്സ് ഉണ്ട്, ഐപെഡൽ, അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുമാത്രമല്ല നമുക്കൊരു ബൂസ്റ്റ് മോഡ് ഉണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് കുറച്ച് കൂടുതൽ പവർ വരും. സോ ഏതൊരു വാഹനത്തിനും നമുക്ക് വെട്ടിക്കാൻ സാധിക്കും. അതവിടെയാണ് ഈ 6.8 സെക്കൻഡ്സിൻ്റെ 0 to 100 നമുക്കത് ഗുണകരമാവുന്നത്. ഇനി സ്റ്റോക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോക്സാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബേസിക്കലി ഇതൊരു EV ആണെങ്കിൽ പോലും നമുക്ക് ഐസ് വാഹനം പോലെ ഫീൽ ചെയ്യുന്ന സ്റ്റോക്സാണ്. ആ ഒരു എന്താ പറയുക, നമ്മൾ ഒരു സംഭവം ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ഇട്ടു എന്നറിയാം. ആ ഇട്ടു എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെല്ലാ സ്വിച്ചിലും മറ്റു കാര്യങ്ങളിലും ഉണ്ട്. സോ 10 out of 10 ഫോർ ദ സ്റ്റോക്സ്. ആൻഡ് സ്റ്റിയറിങ്ങിന് നമുക്കൊരു 7 out of 10 കൊടുക്കാം. ഇത് എങ്ങനെയുണ്ട് ഡ്രൈവ് ചെയ്യാൻ, ഇതിൻ്റെ ആ ഒരു കണക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഡ്രൈവിൽ നമ്മൾ എന്തായാലും നോക്കും. പിന്നെ ഹോൺ അടിക്കാനായിട്ട് ഇവിടെ ഞെക്കി പൊളിക്കേണ്ട ഒരു ആവശ്യമില്ല, അതിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നല്ല ഹോൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ XEV 9യും അതുപോലെ തന്നെ 7X1 ഒക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ എടുത്ത് അങ്ങനെ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം സ്പേസ് കിട്ടും. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ഒരു ഹൈറ്റ് ഉണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. ഇൻ ടേംസ് ഓഫ് സ്റ്റോക്സ് ആണെങ്കിലും ഈ ഭാഗത്തിലെ ബട്ടൺ ആണെങ്കിലും ഇതെല്ലാം കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീലാണ്, കുറച്ചുകൂടി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നമുക്ക് മെർസിഡീസ് ബെൻസിൻ്റെ ഓർമ്മ വരും ആസ് ഓൾവേസ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു മെമ്മറി സീറ്റ്സ് ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ആക്ടിവേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഡോർ പാഡിലും ഈ ഒരു ഭാഗത്തൊക്കെ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ താഴേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഹാർഡ് മെറ്റീരിയൽ, ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഈ വാഹനത്തിൻ്റെ പ്രീമിയം ഫീൽ ബാക്കി എല്ലാ സ്ഥലത്തുണ്ടെങ്കിൽ പോലും ചില സ്ഥലത്ത് അത് മിസ് ഔട്ട് ആണെന്നുള്ള കാര്യം കൂടി എടുത്ത് പറയാം. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ്സാണ്. പെരിഫറേറ്റഡ് ആണ്, കറക്റ്റ് സൈസാണ്. അതായത് ഏതൊരാൾക്കും സുഖമായി ഇരിക്കാൻ പറ്റും. പിന്നെ വെൻറ്റിലേഷൻ ഫെസിലിറ്റി ഉള്ള സീറ്റാണ്. അപ്പോൾ താഴെയും മുകളിലും ഉണ്ട്, വെൻറ്റിലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു സീറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബോസ് മോഡ് അവൈലബിൾ ആണ്. സോ എനിക്കിതിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇവിടെ തന്നെ ആക്കാൻ സാധിക്കും. അല്ലാത്ത കേസിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെയല്ല, നമ്മുടെ ഇതുപോലെ തന്നെ ഡോറിൻ്റെ സൈഡിലാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ നമുക്ക് എത്ര ഡിസ്റ്റൻസ് നമ്മൾ യാത്ര ചെയ്താലും നമുക്ക് ക്ഷീണമില്ല. പിന്നെ ഡ്രൈവറിൻ്റെ അകത്ത് ഒരു ലംബാർ സപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ലംബാർ സപ്പോർട്ട് ഇവിടെ മാനുവലി നമ്മളിങ്ങനെ തിരിക്കണം. അങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടി ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഇത് കിട്ടും. ഇപ്പോൾ ഈ ഒരു വാഹനമായിട്ട് ഞാൻ പറഞ്ഞ ഒരു 2000 കിലോമീറ്റേഴ്സ് ഞാൻ ഒരു 3 ദിവസം കൊണ്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ ഇതിൻ്റെ സീറ്റ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്നാലും റിയറിലിരുന്നാലും എവിടെയും നമുക്കൊരു ക്ഷീണം ഉണ്ടാവില്ല. ഇതിൻ്റെ റിയർ സീറ്റിലൊരു സംഭവമുണ്ട്, അതാണ് എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഉറപ്പായിട്ട് ഞാൻ റിയറിൽ പറഞ്ഞുതരാം. പിന്നെ നമുക്കിവിടെ IRVM ഉണ്ട്. ഇവിടെ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ IRVM ഓട്ടോ ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ക്ലസ്റ്ററിൻ്റെ അകത്താണ് ഇതിൻ്റെ അഡാസ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ കണ്ണടകളൊക്കെ ഊരി വയ്ക്കാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആവശ്യമുള്ള സാധനം മാത്രമേ ഉള്ളൂ. SOC മറ്റ് ബട്ടൺസ് ഉണ്ട്, 2 ലൈറ്റ്സ് ഉണ്ട്. ഇത് വെച്ച് നമ്മുടെ ഇതിൻ്റെ
സൺ റൂഫിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചൂടത്തൊക്കെ ശരിക്കും സൺ റൂഫ് വേണമെന്ന് തന്നെ സംശയം തോന്നും, കാരണം അത്രയും ചൂടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കാരണം ഈ എ സിക്ക് നല്ല രീതിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വർക്ക് ചെയ്താലും ഈ എ സി നൽകുന്ന തണുപ്പ് വൺ ഓഫ് ദ ബെസ്റ്റാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് റോ. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച്. അത് ഭയങ്കര സിമ്പിളാക്കി പറയാം. അപ്പോൾ ഓബിയസ്ലി ഒരു കമ്പയറോ വരും ദാറ്റ് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ആണോ നല്ലത് അല്ല ഹാരിയർ .AVD ആണോ നല്ലത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് പറയാം. നിങ്ങൾക്ക് ഒരു ഓഡിയോ കേൾക്കാനാണ് താല്പര്യം. അപ്പോൾ ഓഡിയോ മിക്സസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് റൈറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. സോ അങ്ങനത്തെ ഒരു മിക്സസ് ആണെങ്കിൽ എനിക്ക് സൗണ്ട് ക്വാളിറ്റി ടൊണാലിറ്റിയിലെ ഹാരിയറിൻ്റെ JBL ബ്ലാക്കിൻ്റെ ഔട്ട്പുട്ടാണ് കുറച്ചും കൂടി രസകരമായി തോന്നി ഇൻ ടേംസ് ഓഫ് ടൊണാലിറ്റി നമ്മൾ പറയും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് ഉള്ളത് സറൗണ്ട് സംഭവങ്ങൾ കാണാനാണ്, ലൈക്ക് മൂവി കാണാനാണ്, അറ്റ്മോസ് മെറ്റീരിയൽസ് കാണാനാണ്, നിങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടി തമ്പി ബേസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ് മഹീന്ദ്രയുടെ XEV 9S അല്ലെങ്കിൽ 9E ഇതെല്ലാം, അല്ലെങ്കിൽ ഈവൻ 6E ഇതെല്ലാത്തിനകത്ത് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു സറൗണ്ട് നേച്ചറിനാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് സ്റ്റീരിയോഫോണിക് മിക്സസ് ആണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ഹാരിയർ സെലക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ഓഡിയോ അല്ലാതെ ഒരു എന്താ പറയുക സറൗണ്ട് മെറ്റീരിയൽസ്, അതായത് മൂവീസും അതുപോലത്തെ സംഭവങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഔട്ട്പുട്ട് കിട്ടുന്നത് ഇതാണ്. ഇനി ലേമൻ പോയിന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിയർ EV നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് റോളിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഔട്ട്പുട്ട് കേൾക്കും. പക്ഷേ സെക്കൻഡ് റോളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട്പുട്ടൊന്നും അവിടെ കേൾക്കില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് അങ്ങനെയല്ല. ഈ വാഹനത്തിനകത്ത് ഏത് റോളിൽ ഇരുന്നാലും നിങ്ങൾക്ക് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ കിട്ടും. ഇനി ഒരു കാര്യം കൂടി എടുത്ത് പറയാം, ഇതൊന്നും വേറെ ആരും പറയുന്ന കാര്യങ്ങളല്ല. ഈ വാഹനത്തിൻ്റെ ബാക്കിയെല്ലാം നല്ലതാണെങ്കിൽ പോലും ഇതിൻ്റെ റേഡിയോ റിസപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈസ് ലോഡഡ് ആണ്. അതായത് നോർമൽ കണ്ടീഷൻസിൽ റേഡിയോൻ്റെ ക്ലാരിറ്റി ഇരിക്കുന്നത് ഹൈസിലല്ല. ബട്ട് ഇതിനകത്ത് എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഹൈസ് കേൾക്കുന്നുണ്ട് തന്നെ. ഒരു സ്റ്റേഷനുള്ള സ്ഥലത്തിൻ്റെ ഒരു 20 കിലോമീറ്ററിൻ്റെ സറൗണ്ടിങ്ങിൽ മാത്രമേ നല്ല രീതിക്ക് കേൾക്കാൻ പറ്റൂ. അതിന് ശേഷം ഭയങ്കര എന്താ പറയുക ആ ഒരു ഹൈസ് ഇങ്ങനെ പോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം നമ്മൾ എന്താ വെച്ചാൽ അത് ഓഫ് ചെയ്ത് പോകും. അത്രയും രസകരമല്ലാത്ത ഒരു ഔട്ട്പുട്ടാണ്. അങ്ങനെ ഇതിൻ്റെ രസകരമാക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ EQ സെറ്റിങ്സ് മാറ്റണം. അതായത് ഇതിൻ്റെ നോർമൽ കണ്ടീഷൻസിന് ഒരു EQയും അതുപോലെ റേഡിയോന് സെപ്പറേറ്റ് EQ വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വൃത്തിക്ക് റേഡിയോ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ബട്ട് എനിക്ക് തോന്നുന്നു ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല ഇതിൻ്റെ റേഡിയോ ഔട്ട്പുട്ടിൽ. ബാക്കി കണ്ടീഷൻസിൽ ഇതിൻ്റെ ഓഡിയോയിൽ എനിക്ക് പറയാനുള്ള ഒരു ഭയങ്കര സിമ്പിളാണ്. ഇഫ് യു ആർ ലൈക്ക് എ മൂവി ബഫ്, ഗോ ഫോർ ദിസ്. ഇഫ് യു ആർ എൻ ഓഡിയോ ബഫ്, യു ക്യാൻ ആക്ച്വലി ഗോ ഫോർ harrier.AV. വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ സെക്കൻഡ് റോ ഓഫ് സീറ്റ്സ് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയാൻ പറ്റും അത് XEV 9Sലാണ്. റീസൺസ് ഒന്നൊന്നായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്ന സ്പേസ്, അപ്പോൾ ഏറ്റവും കൂടുതൽ അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ആംഗിൾസിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. അത് പിന്നെ യൂസ് ചെയ്ത മെറ്റീരിയൽസ്, കുഷൻസ് ടോപ്പ് നോച്ചാണ്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത ബാക്കിയുള്ള വാഹനത്തിലില്ലാത്ത കാര്യമാണ് ഇതിനകത്ത് വെന്റിലേഷൻ ഫെസിലിറ്റിൻ്റെ. അതിവിടെ കണ്ടു ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 3 സ്റ്റെപ്പിൽ വെന്റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നല്ല കാര്യം. അതായത് ഭയങ്കര കംഫർട്ടബിൾ, ലൈക്ക് ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും സുഖമാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ ഇരിക്കാൻ. ഇനി വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇതൊരു ബോൺ ഇലക്ട്രിക് വാഹനമായിട്ട് ഫ്ലാറ്റ് ഫ്ലോറാണ്. അതുകൊണ്ട് മൂന്നാമത്തെ ഒരാൾക്കും സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇത്രയും കംഫർട്ട് ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഇരിക്കാൻ സാധിക്കും. കാരണം ഇവിടെ ഒരു ഹെഡ് റെസ്റ്റും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അവിടെ എല്ലാ പ്രത്യേകത. ഇനി വരുന്ന പ്രത്യേകതയൊക്കെ ഇതിനകത്ത് വരുന്ന എമിനിറ്റീസിലാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പ്രൈവസി. സോ പ്രൈവസിക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മാനുവൽ സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സീറ്റ്സിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞു. ഇനി വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പൊസിഷനിങ് ആണ്. ഇതിനകത്ത് വരുന്നത് തിയേറ്റർ സ്റ്റൈൽ ഓഫ് സീറ്റിംഗ് ആണ്. അപ്പോൾ തിയേറ്റർ സ്റ്റൈൽ ഓഫ് സീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സീറ്റില്ലേ അതിനേക്കാട്ടിലും കുറച്ച് ഉയരത്തിലാണ് ഇതിൻ്റെ സെക്കൻഡ് റോ, ഇതിനേക്കാളും കുറച്ചുകൂടി ഉയരത്തിലാണ് തേർഡ് റോ. സോ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ നോർമലി ഒരു കുണ്ടിലിരിക്കുമ്പോഴൊക്കെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്ന ഫീല് അതൊന്നും ഈ വാഹനത്തിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് റോഡ് ഇങ്ങനെ കൃത്യമായിട്ട് കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. സോ അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. ഇനി ഈ സീറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് ഇങ്ങനെ കാവ്ഡാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ അണ്ടർ തൈ സപ്പോർട്ട് ഞാൻ പറഞ്ഞു, ലെഗ് റൂം പറഞ്ഞു, കാലകത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റും. ആൻഡ് നമുക്ക് നമ്മുടെ കംഫർട്ടബിളി പൊസിഷനിലിരിക്കാൻ പറ്റും. തല തട്ടുന്നില്ല, അതും കൂടി എടുത്ത് പറയാം. പ്രത്യേകിച്ച് ഒരു 6 ഫീറ്റ് ആണെങ്കിൽ പോലും തല തട്ടുന്നില്ല. ഇനി ഇതിനകത്തുള്ള എമിനിറ്റീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ ഫ്രണ്ടിൽ തന്നെ പറഞ്ഞു ഇതിനകത്തൊരു ബോസ് മോഡ് വരുന്നുണ്ട്. അതായത് ഫ്രണ്ടിലത്തെ ഈ ഒരു സീറ്റിനെ നമുക്ക് ഇവിടെ തന്നെ ഫ്രണ്ടിലേക്ക് ആക്കാൻ സാധിക്കും. പിന്നെ 2 USB-C വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സീറ്റ്സിലും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു സംഭവം ഈ ക്ലാമ്പ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പാഡ് ഹോൾഡർ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഐപാഡ് ഹോൾഡർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐപാഡ് യൂസ് ചെയ്യാൻ പറ്റും. അവിടെയല്ല അതിന് ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഐപാഡിനെ നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻ്റ് ആയിട്ട് സിങ്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ പ്ലേ ചെയ്യുന്ന സെയിം മൂവി പറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതുമാത്രമല്ല ഈ ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് ഫുൾ ടൈം നമുക്ക് പവറിലിട്ട് ചാർജ് ചെയ്യാൻ പറ്റും.
കഴിഞ്ഞിട്ടില്ല. എ സി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡുവൽ സോൺ എ സി ആണ്. 2 സൈഡിലെ സോൺ ഉണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫോൺ ഏതാണെങ്കിലും അതിനെ ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് വയർലെസ്ലി ചാർജ് ആവും. അതൊന്നും നോർമലി ഒരു ആ ശബ്ദം കേട്ടില്ല. സോ ഇത് വയർലെസ്ലി പ്രോപ്പറായിട്ട് ചാർജ് ആവുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് ഇതിൻ്റെ ഗ്രിപ്പർ ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നെല്ലാം കാര്യങ്ങൾ പറയാം. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതിനകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ട്രേ ടേബിൾ എന്നാണ് നമ്മൾ പറയുക. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇന്നോവയുടെ ടോപ്പ് ആൻഡ് ക്രിസ്റ്റയിലൊക്കെ ട്രേ ടേബിൾ ഉണ്ട്. പക്ഷേ അത് ആക്ച്വലി യൂസബിൾ ആണോ ചോദിച്ചാൽ എനിക്കത് യൂസബിളായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു മെക്കാനിസം ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക. കണ്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ കുറച്ച് കൂടുതൽ വെയിറ്റ് താങ്ങും. അതുമാത്രമല്ല ഇത് ഇളകില്ല. ഇതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഒരു ഹൈറ്റില്ലേ, ഈ ഹൈറ്റ് പ്രോപ്പറാണ്. അപ്പോൾ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ വർക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുമാത്രമല്ല കൃത്യമായിട്ട് ഇതിനെ അടച്ച് എടുത്ത് വയ്ക്കാൻ പറ്റും. ചെറിയൊരു മാഗസീൻ ഹോൾഡർ, അവിടെ മാഗസീൻ ഇരിക്കില്ല, ബട്ട് സ്റ്റിൽ ഇവിടെ നമുക്കൊരു മാഗസീൻ ഹോൾഡർ ഉണ്ട്. അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു. ഞാൻ കുറേ നേരം വണ്ടി ഓടിച്ചു, കുറേ നേരം ഇപ്പുറത്തിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ ഇരുന്നാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടതൊരു ഷോഫർ ഡ്രിവൻ വാഹനമാണ്. അണ്ടർ 30 lakhs ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കംഫർട്ട് നൽകുന്ന വാഹനം വേറെ ഇല്ല. ഇൻ ടേംസ് ഓഫ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതല്ലാതെ ഈ വാഹനം ഭയങ്കര സൈലൻ്റാണ്. അക്കൂസ്റ്റിക് ഗ്ലാസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പുറത്ത് എന്ത് നടന്നാലും അകത്തറിയില്ല. പിന്നെ നമ്മളെ നല്ല രീതിക്ക് ഇത് തണുപ്പിച്ച് ആക്ച്വലി കൂളാക്കി വെക്കും. ഇത്ര മതി. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഭയങ്കര സിമ്പിളാക്കാൻ സാധിക്കും. ഇനി ഈ വാഹനം 7 സീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ തേർഡ് റോയിലിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. കാരണം അവിടെ നമുക്ക് വേണ്ട സംഭവം, ഇപ്പോൾ അത്യാവശ്യം ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യണം, 5 പേരിൻ്റെ മുകളിൽ വീട്ടിൽ വന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഊബറൊക്കെ വിളിക്കാതെ തന്നെ ഒരു സിനിമയ്ക്കൊക്കെ പോകാൻ പറ്റും. പക്ഷേ അതല്ലാതെ എന്നെ പോലത്തെ ഒരാൾക്ക് കംഫർട്ടബിളി അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇനി ഞാൻ ഇരുന്നിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ അവിടെ ഇരുന്നതിന് ശേഷം ഈ സീറ്റിൽ ഇതിനെ നമുക്ക് താഴ്ത്താൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും അവിടെ കാണിക്കാം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാലൊക്കെ നീട്ടി അഡ്ജസ്റ്റ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ അത് റെക്കമെൻഡബിൾ അല്ല. ബട്ട് സ്റ്റിൽ വീട്ടിൽ അത്യാവശ്യം കുറച്ച് പേര് വന്നു നമ്മൾ ഊബർ വിളിക്കാതെ എവിടെയെങ്കിലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഒരു 50 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ ഈ ഒരു തേർഡ് റോഡിൽ നിന്ന് യാത്ര ചെയ്യാം. അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും കൊടുത്തിട്ടുണ്ട്. AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ സ്പീക്കേഴ്സും മറ്റേ സെറ്റപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കേൾക്കാനായിട്ട് ഇവിടെ ഒരു മൈക്ക് പോലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതാണ് ഇതിൻ്റെ പർപ്പസ്. അല്ലാതെ ഒരു പ്രോപ്പർ ഒരു 7 സീറ്റർ അല്ല ഈ വാഹനം, അതും എടുത്ത് പറയാം. ബട്ട് ഒക്കേഷണൽ 7 സീറ്ററായിട്ട് ഇത് ഉറപ്പായിട്ടും യൂസ് ചെയ്യാം. മഹീന്ദ്ര XEV9S ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് അല്ലെങ്കിൽ ഇരുന്ന് പോകുന്ന ആ ഒരു സുഖമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രൈവിൻ്റെ അകത്ത് നമ്മൾ എല്ലാ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യും. അതായത് ഫസ്റ്റ് ഈ ഒരു വാഹനം എങ്ങനെയുണ്ട്, ഇത് മാത്രമല്ല തന്നെ ഇതിൻ്റെ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഐസ് വേർഷൻ ഉണ്ട്. സോ അതിനകത്തുള്ള സസ്പെൻഷനിൽ എന്ത് മാറ്റമുണ്ട്, S7 Exoയിൽ എങ്ങനെ മാറ്റം വരുന്നു, അത് മാത്രമല്ല ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഹാരിയറുമായിട്ട് നമ്മളിതിനെ കമ്പയർ ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു വാഹനം എൻ്റെ കൈ കിട്ടിയിട്ട് കൃത്യമായിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസത്തിനകത്ത് ഞാൻ മോർ ദൻ 2000 കിലോമീറ്റർ യാത്ര ചെയ്തു. അപ്പോൾ ഈ 2000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടും എനിക്കൊരു മടുപ്പ് ഈ വണ്ടിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല നമ്മൾ റോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ 9e കാണാൻ സാധിക്കും. അതായത് XEV9e ഇഷ്ടംപോലെ കാണാൻ സാധിക്കും ഇഫ് കമ്പയർഡ് ടു B6. എൻ്റെ റീസൺ എന്താ വെച്ചാൽ ഈ ഒരു റൈഡ് കംഫർട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റൈഡ് കംഫർട്ടിന് ഇത്രയും രസകരമാക്കുന്നത് ഇതിനകത്ത് യൂസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഇൻഗ്ലോ പ്ലാറ്റ്ഫോം എന്നാണ് മഹീന്ദ്ര അതിന് പറയുന്നത്. ഇൻഗ്ലോ ഭയങ്കര സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പ്ലാറ്റ്ഫോം ഗോസ് ടു എന്താ പറയുക ഗ്ലോബൽ. അതാണ് ഇന്ത്യ പ്ലസ് ഗ്ലോബലിൻ്റെ ഒരു കോമ്പിനേഷൻ ഇൻഗ്ലോ. അപ്പോൾ അത് വരുമ്പോൾ നോർമലി വന്ന മാറ്റങ്ങൾ എന്താ വെച്ചാൽ അത് കാരണം ഇതിൻ്റെ സസ്പെൻഷൻ്റെ അകത്ത് മഹീന്ദ്രയ്ക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. ഇതിൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററി പാക്കിൽ മാറ്റം വരുത്താൻ സാധിച്ചു. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത സോഫ്റ്റ്വെയർസും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിച്ചു. ഈവൻ ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ അകത്ത് ഒരു ആഡ് ഓൺ മോട്ടർ അവർക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചു. സോ ഇങ്ങനെയൊക്കെ മാറ്റങ്ങളാണ് ഇൻഗ്ലോ പ്ലാറ്റ്ഫോം കാരണം മഹീന്ദ്രയ്ക്ക് ഈ ഒരു വാഹനത്തിനകത്ത് വരുത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഈ സെഗ്മെൻറ്റിലെ നമ്പർ 1 നമുക്ക് പറയാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ ബോസ് ഓടിക്കുന്ന വാഹനങ്ങളൊക്കെ ഏകദേശം ഒരു 2 കോടി 3 കോടി 4 കോടിയൊക്കെയുള്ള വാഹനം ഓടിക്കുന്ന എൻ്റെ ബോസിന് ഞാൻ ഈ വാഹനം കൊണ്ടുപോയി കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റെ സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ എൻ്റെ റൈഡ് കംഫർട്ട് അറിയാൻ വേണ്ടിയിട്ടും മൂപ്പരോട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ
മൂപ്പർ പറഞ്ഞത് എന്താ വെച്ചാൽ മൂപ്പർ ഓടിക്കുന്ന ഒരു ലക്ഷറി കാറിനെക്കാട്ടിലും ബെസ്റ്റാണ് ഇതിൻ്റെ സസ്പെൻഷൻ. ആ ലക്ഷറി കാറിന് ഏകദേശം 1 കോടിയുടെ മുകളിലാണ്. അപ്പോഴാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ആ ഒരു കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിലെ മെക്പേഴ്സൺ ആണ്, അതിലൊരു മാറ്റമില്ല. സ്റ്റെബിലൈസർ ബാർ ഉണ്ട്. റിയറിൽ വരുന്നത് 5 ലിങ്ക് സസ്പെൻഷൻ, മഹീന്ദ്ര വിളിക്കുന്നത് 5 ലിങ്ക് എന്നാണ്. 5 ലിങ്കിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അഡാപ്റ്റീവ് ആണ്, ഇൻ്റലിജൻറ്റ് അഡാപ്റ്റീവ് സസ്പെൻഷനാണ്. അത് എല്ലാ 15 മില്ലി സെക്കൻഡ്സിലും ഇതിൻ്റെ ഡാമ്പിങ്ങിന് ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അക്കോർഡിംഗ് ടു ദ റോഡ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയൊന്നും നോർമലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ വാഹനങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിന് ഇത്രയും ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ ആക്കുന്നത്. ഇനി തന്നെ ഞാനിപ്പോൾ 7XO വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ 7XOൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നത് മെക്പേഴ്സൺ തന്നെയാണ്. സ്റ്റെബിലൈസർ ബാർ ഉണ്ട്. റിയറിൽ വരുമ്പോൾ അത് മൾട്ടി ലിങ്ക് ആണ്, 5 ലിങ്ക് അല്ല. മൾട്ടി ലിങ്കിൻ്റെ കൂടെ തന്നെ ബേസിക്കലി അതിൻ്റെ അകത്ത് വരുന്ന ഒരു ആഡ് ഓൺ എന്താ വെച്ചാൽ അതൊരു മെക്കാനിക്കലി വർക്ക് ചെയ്യുന്ന ഒരു ഓയിൽ, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡാബൻജി എന്നൊക്കെയാണ് ഒരു പേരിട്ട്. അപ്പോൾ ലേമൻ പോയിന്റിൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വാഹനം ലൈക്ക് 7XO നമ്മളിപ്പോൾ നോർമലി പെട്ടെന്നൊരു ആളിരിക്കുമ്പോൾ ഏകദേശം സെയിം പോലെ തോന്നുമെങ്കിൽ പോലും അതൊരു ലോവർ സ്പീഡ്സിനകത്ത് അതിൻ്റെ അകത്ത് ഒലച്ചൽ കുറച്ച് കൂടുതലാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് കുറച്ച് ഒലച്ചൽ ഇഫ് കമ്പയർഡ് ടു 7XO കുറവാണ്. ബട്ട് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ അനുസരിച്ച് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ 7XOനെക്കാട്ടിലും ഈ ഒരു വാഹനത്തിന് ഒലച്ചൽ കുറവാണ്. ഇനി ഉറപ്പായിട്ടും ഇതിനെ ഞാൻ കമ്പയർ ചെയ്യും ഹാരിയറായിട്ട്. കാരണം ഹാരിയറും ഏകദേശം ഒരു 4-5 മാസം ഞാൻ ഓടിച്ചതാണ്. ഹാരിയറിൻ്റെ സസ്പെൻഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കുറേ പേര് പറയും 7XO അല്ലെങ്കിൽ ഈ പറഞ്ഞ 9Sനെക്കാട്ടിലും ബെറ്ററാണ് ഹാരിയറിൻ്റെ സസ്പെൻഷൻ. ബെറ്റർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചെറിയൊരു ട്രിക്കിയുണ്ട്, അത് ട്രിക്നെസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വാഹനം ഇപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ ഓടിക്കുമ്പോൾ ഒക്കെ അത് കുറച്ചും കൂടി സോഫ്റ്റർ പോലെ ഫീൽ ചെയ്യും, നല്ല രീതിക്ക് ബംപ്സ് അബ്സോർവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു വലിയൊരു കുഴിയിലേക്ക് ചാടുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇടി ഫീൽ ചെയ്യും. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെറ്റൽ പാർട്ട് അവിടെ ഒരു ഹിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ്. പക്ഷേ ആക്ച്വലി ഇന്ന് ഒരു 3 ദിവസമായിട്ട് ഒരു വണ്ടി ഓടിച്ചതിന് ശേഷം എല്ലാ കുഴിയെ കൂടി ഞാൻ ചാടിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയും എനിക്ക് ഒരു മെറ്റൽ ഹിറ്റിംഗ് വന്നിട്ടില്ല. ഇൻ ടേംസ് ഓഫ് അണ്ടിലേഷൻസ് ഇല്ല ഞാൻ പറയില്ല. ഒരു 130-ൻ്റെ മുകളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ആ അണ്ടിലേഷൻസ് ഫീൽ ചെയ്യും. ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ചോളം ഹാരിയർ 4-5 മാസം ഉപയോഗിച്ചത്, ഹാരിയർ ഈവയുടെ കേസാണ് ഞാൻ പറയണത്, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐ ഫെൽറ്റ് ഇതിൻ്റെ സസ്പെൻഷനാണ് ഇന്ന് നമുക്കൊരു 30 to 35 lakhs വാങ്ങാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സസ്പെൻഷൻ. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു ഹൈലൈറ്റ് കാരണം തന്നെയാണ് ഈ വാഹനം ഇത്രയും ആളുകൾ വാങ്ങിക്കൂട്ടുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അവിടെയും ഈ കമ്പാരിസൺ വരും കേട്ടോ എല്ലാ വാഹനമായിട്ട്, കാരണം ഇതെല്ലാം ഞാൻ ഓടിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ആദ്യം തന്നെ ഈ ഒരു ഷേപ്പ് എനിക്കിഷ്ടമാണ്. കാരണം ബേസിക്കലി റൗണ്ട് അല്ലെങ്കിൽ പോലും കുറച്ചും കൂടി റൗണ്ട് പോലത്തെ ഫീലാണ്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് കൺട്രോൾസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫീൽ നൽകുന്നതാണ്. അതായത് നമ്മളൊരു കണക്റ്റായിരിക്കുന്ന ഒരു ഫീലാണ്. ഇൻ ടേംസ് ഓഫ് ലോവർ സ്പീഡ്സിൽ ഇത് ഭയങ്കര സോഫ്റ്റാണ് അൺഡൗട്ടഡ്ലി. പക്ഷേ ഇത് ഉറപ്പായിട്ടും ഒരു 60+ കിലോമീറ്റർ സ്പീഡിലേക്ക് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു എന്താ പറയുക ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അത് കാരണം നമുക്കൊരു കോൺഫിഡൻസ് വരും. ഒരു 130, 140 നമ്മൾ ഓടിക്കുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോവില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതിനൊരിക്കലും ഒരു സെഡാനോ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഫോക്സ് വാഗൻ ജർമ്മൻ സ്റ്റിയറിംഗ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. മഹീന്ദ്രയ്ക്ക് മഹീന്ദ്ര ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി പഴയ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്ററാണ് ഇൻ ടേംസ് ഓഫ് ഡ്രൈബിലിറ്റി. നമുക്ക് ആ കണക്റ്റ് ഫീൽ ചെയ്യും ഉറപ്പായിട്ടും. ഹാരിയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാരിയറിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അകത്ത് വെയിറ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് ആ സ്റ്റിയറിംഗ് തീരെ ഇഷ്ടമല്ല. എൻ്റെ റീസൺ അറിയാമല്ലോ, അതൊരു മൊത്തത്തിൽ നമ്മൾ വണ്ടി തിരിക്കുമ്പോഴൊക്കെ പല ഭാഗങ്ങളും കൈ തട്ടുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട്. സോ ആ ഒരു ഇഷ്യൂ എനിക്കിതിനകത്ത് ഫേസ് ചെയ്തില്ല. പിന്നെ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാ കൺട്രോൾസും ഇവിടെ വരുന്ന സമയത്ത് ചിലപ്പോൾ കൈയൊക്കെ തട്ടുമ്പോൾ അതിപ്പോൾ ഞാൻ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ അഡാസ് ക്ലിക്ക് ചെയ്യും, അങ്ങനത്തെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഫീലിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാം. കാരണം എപ്പോഴും ഒരു വാഹനം പവർഫുൾ ആകുമ്പോൾ അതിനെ നമുക്ക് കൺട്രോളിൽ നിർത്താനായി സഹായിക്കുന്ന കാര്യമാണ് ബ്രേക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാം. ഉറപ്പായിട്ടും ഇതിൻ്റെ ബ്രേക്കിംഗ് ഇതിൻ്റെ കോമ്പറ്റീറ്ററിൻ്റെ ബ്രേക്കിങ്ങുമായിട്ടൊരു കമ്പാരിസൺ കൂടി ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. സോ ബ്രേക്കിംഗ് അടിപൊളിയാണ്. 4 വീലിലും ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. പക്ഷേ അതല്ല ഹൈലൈറ്റ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് റൈഡ് ബൈ വയർ ടെക്നോളജിയിലാണ്. അതായത് ഫിസിക്കൽ അല്ല, ECM ആണ് ഇതിൻ്റെ ബ്രേക്കിംഗ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബൈറ്റിംഗ് ഷാർപ്നെസ് ഇതെല്ലാം ഈ വാഹനത്തിനകത്തുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റർ വെച്ചത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ബ്രേക്ക് പാഡല്ല, ആക്ച്വലി ഈ ഒരു എന്താ പറയുക പെഡലല്ലേ, ഈ ഒരു പെഡലിൻ്റെ അകത്ത് നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ആ ഒരു ഫീലില്ല, അത് കറക്റ്റാണ്, ഡയറക്റ്റ് ഫീൽ. അത് നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കുന്നു ആ ഇൻപുട്ട് അനുസരിച്ച് ഇത് ബ്രേക്ക് ചെയ്യുന്നൊരു ഫീലാണ്. പക്ഷേ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഹാരിയർ EVയിലേക്ക് പോകുമ്പോൾ ആ ഒരു ബ്രേക്ക് പെഡലിൻ്റെ ആ ഒരു എന്താ പറയുക മൂവ്മെൻറ്റില്ലേ, ആ മൂവ്മെൻറ്റ് കുറച്ചും കൂടി
എന്താ പറയുക സോഫ്റ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് അത് അകത്ത് പോയി അമർന്നതിൻ്റെ ശേഷമാണ് ബ്രേക്കിലേക്ക് പിടിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. സോ ഒരു ക്ലംസി നേച്ചർ ഉണ്ട് അതിൻ്റെ ബ്രേക്കിംഗ് പെഡലിൽ. അത് കാരണം തന്നെ നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് കൂടുതൽ ചവിട്ടുന്ന പോലത്തെ ഫീലാണ്. അത് മാത്രമല്ല നമുക്കൊരു ധൈര്യം അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് ബൈറ്റിംഗ് പ്രോപ്പറായി തോന്നി. അത് മാത്രമല്ല കൊടുക്കുന്ന ഇൻപുട്ടല്ലേ അത് കറക്റ്റായിട്ട് ആ ബ്രേക്കിലേക്ക് എത്തേണ്ടത്. അവിടെയാണ് ഈ പറഞ്ഞ ബ്രേക്കിൻ്റെ ആ ഒരു ടെക്നോളജി, ആ ഒരു ബ്രേക്ക് ബൈ വയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ ആ ഒരു ടെക്നോളജിയുടെ ഗുണം കിട്ടുന്നത്. അപ്പോൾ ECM കൃത്യമായിട്ട് അതിനെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വാഹനത്തിനകത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അവിടെയും കമ്പയർ ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഈ രണ്ട് വാഹനങ്ങളും പ്രത്യേകിച്ച് ഹാരിയർ EV കുറേ കാലം ഓടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കതിൻ്റെ ഇൻ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ അത് വെച്ചിട്ട് ആ ഒരു കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൽ അതൊരു 7 സീറ്റർ അല്ല, ഓബ്വിയസ്ലി അതിനൊരു സഫാരി 7 സീറ്റർ അടുത്ത മാസം വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെ മെക്കാനിക്കലിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനൊരു കമ്പാരിസൺ വരുന്നത്. സോ നമ്മളിതിൻ്റെ പെഡലിനെ കുറിച്ച് സംസാരിക്കാം. സോ പെഡൽ നമ്മൾ കുറേ വാഹനത്തിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് IONIQ 5 ഒക്കെ ഓടിച്ചപ്പോൾ ഞാൻ IONIQ 5ൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറായിരുന്നു പെഡൽ. അപ്പോൾ പെഡലിൻ്റെ ഒരു ഗുണങ്ങൾ ഞാൻ പറയാം. അതായത് മിക്ക ആളുകളും ഇലക്ട്രിക് വാഹനം ഓടിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബ്രേക്ക് ചെയ്യും, ഓട്ടോമാറ്റിക് റീജനറേറ്റീവ് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ടയർ പോകുന്ന കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടയർ ഓബ്വിയസ്ലി അതാണ് പിടിച്ച് നിർത്തുന്നത്. പക്ഷേ അതല്ലാതെ ഇതിൻ്റെ മറ്റേ ബ്രേക്ക് പാഡ്, റൗട്ടർ, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ലൈഫ് കൂടുതലാണ്. കാരണം അങ്ങനെ ലൈഫ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മളിതിൻ്റെ ഫിസിക്കൽ ബ്രേക്കിംഗ് ഒഴിവാക്കിയിട്ട് ഇതുപോലെ പെഡൽ അല്ലെങ്കിൽ റീജനറേഷൻ്റെ പല ലെവൽസും ഉണ്ട്. സോ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് ലാഭിക്കാൻ സാധിക്കും. സോ ഇലക്ട്രിക് വാഹനങ്ങളുടെ അടുത്തൊക്കെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങുള്ള എല്ലാ ഇലക്ട്രിക് വാഹനത്തിനും ഇങ്ങനെ ബ്രേക്സിൻ്റെ പാഡിലൊക്കെ നമുക്ക് കുറച്ച് ലൈഫ് കൂട്ടി എടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ പെഡലിൻ്റെ ഗുണം ഞാൻ പറയാം. പെഡലിൻ്റെ ഗുണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടത് ഉപയോഗിച്ച് ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൃത്യമായ ഡിസ്റ്റൻസ് അനുസരിച്ച് ഈ വാഹനത്തിനെ നിർത്താൻ സാധിക്കും. പ്രോപ്പറായിട്ട് ഇത് സ്റ്റോപ്പ് ആവും, അതായത് മൂവ് ചെയ്യില്ല. പിന്നെ അതിന് ശേഷം അതവിടെ ഹോൾഡിൽ കിടക്കുകയും ചെയ്യുക. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തതിൻ്റെ ശേഷം ഈ കഴിഞ്ഞ ഒരു ദിവസം എടുത്തു എനിക്ക് കൃത്യമായിട്ടത് ഒന്ന് മാസ്റ്റർ ചെയ്യാനായിട്ട്. അതിന് ശേഷം ഞാൻ ബ്രേക്കിൻ്റെ ആ ഒരു സെൻറ്റർ പെഡൽ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ റൈറ്റ് കാലിൽ തന്നെയാണ്. ഒറ്റ കാലം ഉപയോഗിക്കുന്നില്ല ആക്സിലേറ്റർ കൊടുക്കാനും. അതുപോലെ ബ്രേക്ക് വേണ്ട സമയത്ത് ആ ഒരു ആക്സിലേറ്ററിൽ നിന്ന് കുറച്ച് കാലം എടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിൽക്കും. ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, റീജനറേഷൻ നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു വാഹനം നമ്മളിപ്പോൾ പെഡലിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു 20% എഫിഷ്യൻസി കൂടുന്നുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഈ വാഹനം മേടിക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അതല്ലാത്ത കേസിൽ നമുക്ക് L1, L2, L3 എന്ന് പറഞ്ഞ 3 റീജനറേറ്റീവ് മോഡുണ്ട്. ഈ റീജനറേറ്റീവ് മോഡിൻ്റെ ഗുണം എന്ന് വെച്ചാൽ എല്ലാം സ്റ്റിയറിംഗിൽ തന്നെ ആയതുകൊണ്ട് ഭയങ്കര സിമ്പിളാക്കിയിട്ട് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ പെഡൽ നല്ലതാണ്. അത് മാത്രമല്ല പെഡൽ ഈ ഒരു വാഹനത്തിനകത്ത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വിത്ത് 20% ഓഫ് റീജനറേഷൻ ലാഭം. ഇനി ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസിനെ കുറിച്ച് പറയണം. കാരണം ഈ വണ്ടിയുടെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് ഹാരിയറിനെക്കാട്ടിലും ഹാരിയർ EVനെക്കാട്ടിലും ലെങ്ത് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു വണ്ടി നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. കാരണം ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത് അണ്ടർ 10 മീറ്റേഴ്സാണ്. സോ അണ്ടർ 10 മീറ്റേഴ്സ് ഫോർ ഈ ഒരു നീളമുള്ളൊരു വാഹനത്തിന് ആക്ച്വലി അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക വാഹനത്തിൻ്റെ വലുപ്പം നോക്കണ്ട, ഏതൊരു വഴിയിലും നമുക്കിതിനെ സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ചാടിക്കൊണ്ട് പോകുന്ന വഴിയൊക്കെ ഫുള്ള് അലമ്പാണ്, ഈ വഴി കണ്ടറിയാൻ പറ്റും. ബട്ട് സ്റ്റിൽ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാത്തതിൻ്റെ റീസൺ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് വന്ന ആ ഒരു സസ്പെൻഷനാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NVH കുറിച്ചാണ്. യെസ്, നോയ്സ്, വൈബ്രേഷൻ ആൻഡ് ഹാർഷ്നെസ് ഓൺ ദിസ് കാർ. ഒരു രക്ഷയില്ല, അതിനെക്കുറിച്ച് എടുത്ത് പറയണം. കാരണം ഈ ഒരു വണ്ടിനകത്ത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ വാഹനം ഭയങ്കര പ്രീമിയമായിട്ട് ഫീൽ ചെയ്യുന്നത്. അതർ ദൻ ലുക്സും മറ്റേ കാര്യങ്ങൾ, അത് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് വന്നിട്ട് ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ, അത് നമുക്ക് ഭയങ്കര കംഫർട്ട് നൽകും. നമുക്ക് തോന്നുന്നു നമ്മളൊരു ഒരു വണ്ടിയുടെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്ന ഫീലാണ്. അതൊന്ന്. രണ്ടാമത് ഇതിൻ്റെ നോയ്സ്, വൈബ്രേഷൻ ആൻഡ് ഹാൻഡ്ലിങ്ങിൽ വന്ന ആ ഒരു എന്താ പറയുക ബാലൻസിങ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ അടുത്ത് റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ അകത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആക്ച്വലി ആ ഒരു സൗണ്ട് ഇൻസുലേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം വെച്ചാൽ നമുക്ക് അറൗണ്ട് ഒരു മോട്ടറും മറ്റു കാര്യങ്ങളൊക്കെ അറൗണ്ട് 15% ഓഫ് സൗണ്ട് മാത്രമേ ഡെലിവറി ചെയ്യുള്ളൂ. ഇഫ് കമ്പയർ ടു ഐസിന് ഏകദേശം 50 to 60% ശബ്ദം വരുന്നത് എൻജിൻ നിന്നാണ്. അപ്പോൾ അങ്ങനെ ശബ്ദമില്ലാത്ത വാഹനത്തിന് ക്വൈറ്റർ ആക്കണമെങ്കിൽ കുറേ കാര്യങ്ങളിലേക്ക് ഇവർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഗ്ലാസസ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് അക്കൂസ്റ്റിക് ഗ്ലാസ് ആണ്. സോ ഈ അക്കൂസ്റ്റിക് ഗ്ലാസിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് നല്ല രീതിക്കുള്ള ആ ഒരു സൗണ്ട് കുറയ്ക്കാൻ സാധിക്കും. അതിപ്പോൾ ഫ്രണ്ടിൽ വിൻഷീൽഡ് ആണെങ്കിലും ബാക്കിയുള്ള ഗ്ലാസസ് ആണെങ്കിലും അവിടെ ഒരു ഗുണമുണ്ട്. പക്ഷേ എനിക്ക് വലിയ ഹീറ്റ് ഇൻസുലേഷൻ തോന്നിയില്ല. ബട്ട് ഇൻ ടേംസ് ഓഫ് സൗണ്ട് ഇത് നല്ല രീതിക്ക് ഇൻസുലേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ ഇൻസുലേഷൻ, അതായത് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബോണറ്റിൽ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് ശബ്ദങ്ങളൊന്നുമില്ല. ഈവൻ അത് EV ആണെങ്കിൽ പോലും റോഡ് നോയ്സസും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്
ഐസൊലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ക്യാബിൻ്റെ അകത്ത് വന്ന ഐസൊലേഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വന്ന ആ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഡാമ്പിങ്ങിൽ വരെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം. പക്ഷേ അവിടെ ഡാമ്പിങ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ടയർ. ഓക്കെ, സോ ഞാൻ ഈ ഒരു വണ്ടിയുടെ ഈ വണ്ടി മീൻസ് XEV 9E അതുപോലെ തന്നെ BE6 ഒക്കെ പ്ലാന്റിൽ പോയപ്പോൾ ഈവൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടയർ അത്രയും കൃത്യമായിട്ടാണ് ഈ വണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്തുള്ള റബ്ബറിൻ്റെ യൂസേജ്, അതിൻ്റെ അകത്തുള്ള കോമ്പൗണ്ട്, അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഒരു ഡാമ്പിങ് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ടയറിൻ്റെ അകത്തൊരു എന്താ പറയുക ഒരു സ്പോഞ്ച് മെറ്റീരിയൽ വെക്കും. ആ സ്പോഞ്ച് മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഭാഗത്തിൻ്റെ അകത്ത് ഇപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആ ഒരു സൗണ്ട് നോർമൽ വണ്ടിയിൽ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ വിൻസറൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് അകത്ത് കേൾക്കാറുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ അകത്ത് കൃത്യമായിട്ട് അത് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 130 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ പോലും ഈ ഒരു ടയർ നോയ്സ്, വിൻ നോയ്സും വൈബ്രേഷൻസൊക്കെ അത് കൃത്യമായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ്, അതായത് സസ്പെൻഷൻ്റെ മികവും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ശബ്ദം അകത്ത് കേൾക്കാത്ത ആ ഒരു രണ്ട് സംഭവം വരുമ്പോൾ തന്നെ ഈ ഒരു വാഹനം ലക്ഷറിയായി ഇൻ ടേംസ് ഓഫ് ഫീലാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല എനിക്ക് ഇത് മാത്രമേ ഏറ്റവും ഇഷ്ടപ്പെട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ എന്താ പറയുക എയറിൻ്റെ ഒക്കെ നോയ്സ് വരും. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഇപ്പോൾ നമ്മുടെ ഈ IRVM ഈ IRVM കാറ്റ് ഒരു 80 കിലോമീറ്ററിൻ്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാറ്റിങ്ങനെ പിടിക്കുന്നൊരു ഫീലുണ്ട്. കാറ്റ് പിടുത്തം നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവമൊക്കെ എൻ്റെ അകത്ത് കൃത്യമായിട്ട് കുറച്ചുണ്ട്. സോ ഇൻ ടേംസ് ഓഫ് NVH ആണെങ്കിലും ഇതിൻ്റെ ഡിസൈനിങ് ആണെങ്കിൽ പോലും ഇതൊക്കെ എന്താ പറയുക കുറയ്ക്കാൻ സഹായിക്കും. സോ ഇതെല്ലാം നമുക്ക് ആ ഒരു ഫീൽ നൽകുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വാഹനമായിട്ട് 3 ദിവസം കൊണ്ട് ഞാൻ 2000 കിലോമീറ്റർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 2000 കിലോമീറ്റർ ചെയ്യാൻ കിട്ടിയ ആ ഒരു ഫീലിൽ അത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിനെ അത് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇൻ ടേംസ് ഓഫ് NVH ഐ വിൽ ഗിവ് അറൗണ്ട് ഒരു 8.5 ഔട്ട് ഓഫ് 10. ADAS, യെസ്, അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് അസിസ്റ്റ് സിസ്റ്റമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആൾക്ക് അറിയാൻ പറ്റും, ഞാൻ എപ്പോഴും കൊറിയൻ മാനുഫാക്ചേഴ്സിൻ്റെ ADAS ആണ് വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഞാൻ പറയാറുണ്ട്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ബട്ട് മഹീന്ദ്രയുടെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊറിയൻ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇൻ ടേംസ് ഓഫ് ചില കാര്യങ്ങളിലൊക്കെ ഇത് കൊറിയനെക്കാളും ബെറ്ററാണ്. അത് എവിടെയാ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ലെയിൻ കീപ്പ് അസിസ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൊറിയൻ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 58 സെക്കൻഡ്സ് കൃത്യമായി പറയുകയാണെങ്കിൽ 58 സെക്കൻഡ്സ് മാത്രമേ കൈ വിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അത് കട്ട് ഓഫ് ആവും. പക്ഷേ മഹീന്ദ്രയുടെ വാഹനങ്ങൾ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ എന്തായാലും ഞാൻ ഓടിച്ചിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു വാഹനമല്ല, XUV തന്നെ 7XO ഇല്ലേ, 7XO നമുക്ക് 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ കൈയെടുത്താലും കൃത്യമായിട്ട് ലൈനൊക്കെ നോക്കിയത് വാഹനം പോവും. അത് ഭയങ്കര ഇമ്പ്രസീവായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനം അത്ര ഇല്ലെങ്കിൽ പോലും ഇതും ഒരു നമുക്ക് 2-3 മിനിറ്റ് വരെ നമുക്ക് കൈവിട്ട് വാഹനത്തിന് ഓടിക്കാൻ സാധിക്കും. സോ അതൊരു നല്ലൊരു കാര്യമാണ്. അത് മാത്രമല്ല കൃത്യമായിട്ട് ലൈനിൻ്റെ ഇടയ്ക്ക് നമ്മളത് വെക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളിംഗ് ഇല്ല. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രിസൈസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇഫ് കമ്പയർ ടു കൊറിയൻസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കൂടുതലാണ്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് 5 റഡാറാണ്. 5 റഡാറും അതുപോലെ 12 സെൻസേഴ്സാണ് ഇതിനൊക്കെ സെറ്റാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി അത് പറയേണ്ട ഒരു കാര്യമായിരുന്നു. ബട്ട് എനിക്ക് തോന്നി ADAS എന്ന് സെപ്പറേറ്റ് തന്നെ പറയണം. കാരണം വെച്ചാൽ ഞാൻ ഓടിച്ച വാഹനങ്ങളിനകത്ത്, പ്രത്യേകിച്ച് മഹീന്ദ്ര വാഹനങ്ങളിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ADAS ആണ്. അത് മാത്രമല്ല ഇനി ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോമ്പറ്റീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഇതിൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഹാരിയർ റിവ്യൂ ഓടിച്ചു, അതിൻ്റെ അകത്ത് ADAS വയ്ക്കുമ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടാവാറില്ല, സത്യം പറയാമല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ പോലും എൻ്റെ ശ്രദ്ധ മൊത്തം അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാനായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ എപ്പോഴും ADAS ഉപയോഗിക്കുമ്പോൾ ആൾക്കാരൊക്കെ അതിനെ ഇത്രയും വെറുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ADAS വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേഫർ ആക്കാൻ വേണ്ടിയിട്ടാണ് ADAS. പക്ഷേ ADAS വെച്ച വണ്ടിനകത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കാരണം വെച്ചാൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അപ്പോൾ ടെൻഷൻ കൂടുതലാണ്. അതുകൊണ്ട് ആൾക്കാർ കൃത്യമായിട്ട് ഓഫ് ചെയ്ത് വെക്കണേ. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് അങ്ങനെ എനിക്ക് എന്താ പറയുക ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഐ തിങ്ക് ഈ ഒരു വാഹനത്തിനകത്തുള്ള ADAS വൺ ഓഫ് ദ ബെസ്റ്റാണ്. എന്തായാലും കോമ്പറ്റീറ്റർ വെച്ച് നോക്കുമ്പോൾ ഷുവർ ഷോട്ടായിട്ടും ബെസ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ADASനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും സംസാരിച്ചിട്ട് ഇതിൻ്റെ മെയിൻ സംഭവത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചില്ലല്ലോ എന്ന്. യെസ്, സോ നമ്മളിനി പറയാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിലുള്ള പവർ ട്രെയിനെ കുറിച്ചാണ്. അതിനും ഒരു കമ്പാരിസൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടും ദാറ്റ് ഏതൊരു വാഹനം വാങ്ങണം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ വരുന്നത് വെച്ചാൽ ഒരു 20 lakhs to 30 lakhs അണ്ടറിൽ ഏത് ഇലക്ട്രിക് വാഹനം വാങ്ങും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആളുകൾക്ക് ഇഷ്ടം ഇൻ ഡീറ്റെയിലിംഗിലാണ്. സോ നമുക്കിനി പവർ ട്രെയിനെ കുറിച്ച് നോക്കാം. ഇതിനകത്ത് വരുന്ന റിയർ വീൽ ഡ്രിവൻ വാഹനമാണ്. അതായത് ഒരു മോട്ടറുള്ളൂ, ആ മോട്ടർ റിയറിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ റിയർ വീൽ ഡ്രിവൻ വാഹനങ്ങളുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, ഓടിക്കാൻ ഭയങ്കര രസമായിരിക്കും. അതിപ്പോൾ ഐസ് വാഹനമാണെങ്കിലും ശരി, ഈവൻ EV ആണെങ്കിൽ പോലും ശരി. പ്രത്യേകിച്ച് നമുക്ക് അറിയാമല്ലോ, ഒന്ന് ചവിട്ടി ഓടിക്കുമ്പോൾ ആ ഒരു സ്കിഡിങ് നേച്ചറൊക്കെ ഇത് നന്നായിട്ട് നൽകും. പക്ഷേ നമ്മൾ നോർമൽ കണ്ടീഷൻസിൽ ഓടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, സാധാരണ വാഹനം ഓടിക്കുന്ന പോലും. പക്ഷേ സ്റ്റിൽ ഫ്രണ്ട് വീൽ ഡ്രിവൻ വാഹനങ്ങളെക്കാട്ടിലും എപ്പോഴും ബെറ്റർ റിയർ വീൽ ഡ്രിവൻ വാഹനങ്ങളാണ്.
അപ്പോൾ ഇതിനകത്ത് പവർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 286 PS-ൻ്റെ പവറും അറൗണ്ട് 380 Nm ഓഫ് ടോർക്കാണത് ഡെവലപ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിനകത്ത് പല പാക്സ് ഉണ്ട്. അപ്പോൾ ഇത് പാക്സ് എങ്ങനെയാണ് അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് വന്നിട്ട് ഇതിനകത്തുള്ള ബാറ്ററി പാക്കിൻ്റെ മാറ്റം, അത് മാത്രമല്ല തന്നെ ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സിൻ്റെ മാറ്റം. സോ ഫീച്ചേഴ്സ് തൽക്കാലം മാറ്റി വയ്ക്കാം. അപ്പോൾ ബാറ്ററി പാക്ക് വെച്ച് നോക്കുമ്പോൾ 3 ബാറ്ററി പാക്ക് ഉണ്ട്. ഇത് ടോപ്പ് ഓഫ് ദ ലൈനാണ്, 79 kWh. ഇതല്ലാതെ തന്നെ നമുക്കിതിന് 2 വേറെ ബാറ്ററി പാക്ക് ഉണ്ട്. ഒന്ന് 59ഉം ഒന്ന് 70 ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ വരുന്ന വ്യത്യാസം എന്താ വെച്ചാൽ, ഇൻ ടേംസ് ഓഫ് PS-ലെ മാറ്റം വരുമെങ്കിൽ പോലും ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ എല്ലാത്തിനും ടോർക്ക് സെയിം. അതായത് ഏത് വാഹനം മേടിച്ചാലും ലൈക്ക് ഏത് പാക്ക് എടുത്താലും നമുക്ക് 380 Nm ഓഫ് ടോർക്ക് ലഭിക്കും. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പവർ ആക്ച്വലി സഫീഷ്യൻ്റ് ആണ് ഈ വണ്ടീനെ ഓടിക്കാനായിട്ട്. അതുമാത്രമല്ല നല്ല രീതിക്കുള്ള മാനേജ്മെൻറ്റാണ്. ലൈക്ക് പ്രത്യേകിച്ച് ഈ ഒരു പവറും അതുപോലെ തന്നെ ഡ്രൈവബിലിറ്റിയും ഇതിൻ്റെ അകത്തുള്ള ആ ഒരു BMS ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എന്താ പറയുക എവിടെയും ഒരു ഗ്ലിച്ച് ഫ്രീ ആയിട്ട് തോന്നി. അതാണ് എടുത്ത് പറയേണ്ട കാര്യം. ഇനി ഇതിനെ ഉറപ്പായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഹാരിയറിന് ഇതുപോലെ തന്നെ 2 വേർഷൻസ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് പവർഫുൾ വേർഷൻ കൂടി ഉണ്ട്. അതായത് ഈ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഓൾ വീൽ ഡ്രൈവ് വേർഷൻ ഉണ്ട്. ലൈക്ക് 2 മോട്ടറിലൊരു വേർഷൻ ഉണ്ട്. അതിനേക്കാളും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 380 PS-ഉം അറൗണ്ട് ഒരു 500 Nm ഓഫ് ടോർക്ക് നൽകുന്നുണ്ട്. കാരണം അത് ഓൾ വീൽ ഡ്രൈവ് ആണ്, കുറച്ചും കൂടി കൂടുതൽ പവർ വേണം. പക്ഷേ അതിനകത്ത് ഇരിക്കുന്ന ബാറ്ററി പാക്ക് ചെറുതാണ്. ഇതിനകത്ത് 79 ആകുമ്പോൾ അതിൻ്റെ അകത്ത് 75 ഉള്ളൂ. അപ്പോൾ പ്രാക്ടിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഈ വണ്ടിയുടെ ആ ഒരു ഷേപ്പും ബാക്കിയുള്ള കാര്യങ്ങളും ഇത് യൂസ് ചെയ്യുന്ന ആ ഒരു ടെറൈനിലൊക്കെ അതിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ നമുക്കൊരു മോട്ടോർ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഗുണം ചെയ്യുന്നത് എവിടെയാണ്? യെസ്, ഓബിയസ്ലി എല്ലാ EVക്കും നമുക്ക് വേണ്ടത് റേഞ്ചാണ്. സോ അങ്ങനെ റേഞ്ചായിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾക്കൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഉറപ്പായിട്ടും ഹാരിയറിലേക്ക് പോകാം. പക്ഷേ ഹാരിയറിൽ പരിമിതികളുണ്ട്. അതായത് ഓൾ വീൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വണ്ടിയെക്കാളും കുറവാണ്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം എപ്പോഴും നമുക്ക് ഓഫ് റോഡ് കേപ്പബിലിറ്റീസിൻ്റെ കൂടെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും വേണം. അപ്പോഴാണത് പ്രോപ്പർ ആവുള്ളൂ. ഇനി കണക്കുകൾ ശരിയാണെങ്കിൽ ഇതിന് ഏകദേശം 206 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. മറ്റേതിന് ഏകദേശം 202 അത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോ സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി 0 to 100 കൂടി സംസാരിക്കാം. അപ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം ഒരു 6.8 സെക്കൻഡ്സ് വേണം 0 to 100 അച്ചീവ് ചെയ്യാനായിട്ട്. ഇതന്നെ ഹാരിയർ ആണെങ്കിൽ അറൗണ്ട് ഒരു 6.2. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ് മാറ്റം പോലും ഇല്ല. അപ്പോൾ ഇതൊന്നും നമ്മളെ എവിടെയും ബാധിക്കുന്നില്ല. പിന്നെ 6 EV വാങ്ങിയാലും ഇനീഷ്യലി മാത്രമേ ഉള്ളൂ ഈ ചവിട്ടി ഓടിക്കലൊക്കെ. അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താ? യെസ്, റേഞ്ച്. സോ ആ ഒരു റേഞ്ച് കൃത്യമായിട്ട് ഈ വാഹനം നൽകുന്നുണ്ട്. അതുമാത്രമല്ല ഒരു മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 5 മില്ലി സെക്കൻഡ് ഒന്നും നമുക്ക് നോർമലി ഇങ്ങനെ അറിയാനൊന്നും പോകുന്നില്ല. അൺലെസ് ആൻഡ് അൺടിൽ നമ്മളതിനെ ഡ്രാഗ് റേസ് ചെയ്തിട്ട് നോക്കുകയാണ് വിത്ത് പ്രോപ്പർ ആ ഒരു മീറ്റേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ പവർ ട്രെയിനിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ. ഇനി പവർ ട്രെയിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ വാഹനത്തിൻ്റെ ചാർജിങ്ങിൻ്റെ കേസും കൂടി എനിക്ക് പറയാൻ തോന്നി. അതായത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ആർക്കിടെക്ചർ തന്നെയാണ്. അപ്പോൾ ഇതൊരു 400 വോൾട്ട് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയൊരു വാഹനമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഹാരിയർ ഏതാണെന്ന് ചോദിച്ചാൽ ഹാരിയർ 400 അറൗണ്ട് ഒരു 360 സംതിങ് ആണ്. അപ്പോൾ ബേസിക്കലി എന്താ വ്യത്യാസം വരുന്നത് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിപ്പോൾ ഈ വണ്ടീനെ ചാർജ് ചെയ്യുന്ന ഒരു വേഗം ഹാരിയറിന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, വ്യത്യാസമുണ്ട്. ഇതിന് നമുക്ക് 180 kW വരെ ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹാരിയറിലേക്ക് എത്തുമ്പോൾ അതൊരു 120 ആയിട്ട് കുറയും. ഇതാണ് ഈ ആർക്കിടെക്ചറിൽ വരുമ്പോൾ ആ ഒരു മാറ്റങ്ങൾ, ചെറിയൊരു മാറ്റം ഇതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 to 80% ആക്കാൻ വേണ്ട സമയം എന്ന് പറയുമ്പോൾ ഇതിനൊരു 25 മിനിറ്റ്സ് വേണമെങ്കിൽ ഹാരിയറിന് അതൊരു 20 മിനിറ്റ്സ് ആണ്. അത്രയുള്ളൂ, ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. ബട്ട് സ്റ്റിൽ ആ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകത വെച്ചാൽ അതിനകത്ത് V2V V2L ഒക്കെ ഉണ്ട്. ലൈക്ക് ആ ഭാഗത്തുനിന്ന് കറണ്ട് പുറത്തേക്കൊക്കെ എടുക്കാം. അതൊന്നും ഇതിനകത്തില്ല. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇലക്ട്രിക് വാഹനത്തിന് ആരെങ്കിലൊക്കെ കറണ്ട് ആർക്കെങ്കിലും കൊടുക്കും. അൺലെസ് അൺടിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകൾ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ അനിയൻ വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ചാർജ് ചെയ്യാൻ കൊടുക്കും, എൻ്റെ അച്ഛൻ വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. പക്ഷേ അതല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒന്ന് തരുമോ നമ്മളെ സഹായിക്കാമെന്നൊക്കെ പറയുമ്പോൾ മിക്ക ആളുകളും പറയും എത്ര ചാർജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ആവുള്ളൂ. സോ ആ ഒരു ഫീച്ചർ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല. അൺലെസ് അൺടിൽ ആളുകൾ പറയുമ്പോൾ അടിപൊളി കേട്ടോ. ഈ മറ്റേ പരിസരമെല്ലാം കാണുമ്പോൾ ക്യാമ്പിങ്ങും മറ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതൊന്നും പ്രാക്ടിക്കലി നമുക്കങ്ങനെ ഗുണകരമായിട്ടുള്ള സംഭവമല്ല. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ പവർ ട്രെയിനും അതുപോലെ ചാർജിങ്ങിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയായിരുന്നു മഹീന്ദ്ര XEV 9S കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇനി ഒരു പ്രോപ്പറായിട്ടുള്ള വേർഡിക്റ്റ് നമുക്ക് ഈ വാഹനത്തിനെക്കുറിച്ച് പറയാം. അതിന് ഞാൻ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. XEV 9S കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സംസാരിച്ചു. യെസ്, എക്സ്റ്റീരിയർ, ഇൻറ്റീരിയേഴ്സ്, ഡ്രൈവ്. അതിനുശേഷം നമുക്ക് ഈ വാഹനം വാങ്ങണം എന്ന് ആഗ്രഹം വന്നിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. സോ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ചിനെ കൂടി സംസാരിക്കാം, അതും പ്രോപ്പറായിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ MIDC റേഞ്ച് പറയുന്നത് 679 കിലോമീറ്റേഴ്സ് ആണ് ഒറ്റ ചാർജിൽ. കാരണം ഇത് 79 kWh ബാറ്ററി പാക്കിലൊരു വാഹനമാണ്. അപ്പോൾ ഇത്രയും റേഞ്ച് കിട്ടുമോ സെൻത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ഈ വാഹനത്തിന് മോർ ദാൻ 2000 കിലോമീറ്റേഴ്സ് ഓടിച്ചു, അതും ഒരു 3 ദിവസം കൊണ്ട്. ഇൻ ടേംസ് ഓഫ് ഡ്രൈവ് നോക്കുകയാണെങ്കിൽ മാക്സിമം ഹൈവേസ് ആയിരുന്നു. അത് ഞാൻ ഇവിടുന്ന് പോയത് തിരുച്ചെന്തൂർ പോകുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അത്രയും ദൂരം പോയിട്ട് തിരിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടിയ റേഞ്ച് ആക്ച്വലി ഡിപ്പെൻഡബിൾ ആണ്. ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ടെൽ യു ദാറ്റ് കി 400 കിലോമീറ്റേഴ്സ് അൺഡൗട്ടഡ്ലി ഈ വാഹനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് റേഞ്ച് കിട്ടും. പക്ഷേ ഇതന്നെ നിങ്ങൾ ഐപെഡലൊക്കെ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ കൺസപ്ഷൻ ആക്ച്വലി നല്ല രീതിക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റിൽ ഏകദേശം 6.8 വരെ കിട്ടിയ സംഭവമുണ്ട്. സോ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ 79 kWh ബാറ്ററി ആണെങ്കിൽ പോലും യൂസബിൾ ബാറ്ററി അറൗണ്ട് ഒരു 78 ആണെങ്കിൽ ആ ഒരു കാൽക്കുലേഷനിൽ തന്നെ ഈ വാഹനത്തിന് 530 കിലോമീറ്റർ ലഭിക്കും. സോ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് ഞാൻ പറയില്ല, ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ നമ്മൾ നോർമലി ഒരു കാർ ഓടിക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 400 to 450 ആണ് ഇതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റേഞ്ച്. ഇനിയിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏത് പാക്ക് വാങ്ങണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് തൽക്കാലം മാറ്റി നിർത്താം. പക്ഷേ ഞാൻ എപ്പോഴും ഏത് ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം വെച്ചാൽ എപ്പോഴും അതിൻ്റെ മാക്സിമം ബാറ്ററി പാക്കുള്ള വേർഷൻ മേടിക്കുക. കാരണം EV വാങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പൈസയൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ഇതിൻ്റെ പാക്ക് വേണം, അതായത് ചെറിയ ബാറ്ററി പാക്കൊക്കെ എടുക്കും. പക്ഷേ പൈസ എപ്പോഴും കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും, പക്ഷേ അതിനനുസരിച്ച് വണ്ടി മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. അപ്പോൾ എപ്പോഴും സെൻസിബിൾ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് എടുക്കുക ഇൻ ടേംസ് ഓഫ് ബാറ്ററി. അതാകുമ്പോൾ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ചാർജ് ചെയ്യാനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ സ്ഥലത്തും ചാർജറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻടേക്ക് കപ്പാസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറിൻ്റെ അകത്ത് ഈ വാഹനത്തിന് 20 to 80% ആക്കാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ചിനെ കുറിച്ച്. ഇനി ഈ ഒരു വണ്ടി വാങ്ങണോ വേണ്ടെന്നുള്ള സംഭവമല്ലേ, യെസ്, അത് നമുക്ക് ഇതിൻ്റെ വേർഡിക്റ്റിൽ നോക്കാം. ഓൾ തിങ്സ് ഓട്ടോ വേർഡിക്റ്റ് ഓഫ് മഹീന്ദ്ര XEV 9S. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു വീഡിയോൻ്റെ, അത് നിങ്ങളുടെ ബഡ്ജറ്റ് സ്കെയിൽ 20 lakhs to 30 lakhs ആണ്. അതിൻ്റെ അകത്ത് ഒരു EV വാങ്ങണം, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഉറപ്പായിട്ടും ഈ വാഹനം കൺസിഡർ ചെയ്യാൻ സാധിക്കും. റീസൺസ് ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഓടിക്കുന്ന ആൾ ഓബ്വിയസ്ലി കംഫർട്ടബിൾ ആയിരിക്കും, അതുമാത്രമല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇൻ ടേംസ് ഓഫ് പവർ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് മാക്സിമം ഫീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പോൾ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനിയിപ്പോൾ വയസ്സായ ആളുകളുണ്ടെങ്കിൽ സെക്കൻഡ് റോയിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇനി വീട്ടിൽ സാധനങ്ങൾ വെക്കാനാണെങ്കിൽ ഓബ്വിയസ്ലി ആ ഒരു തേർഡ് റോനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ബൂട്ട് സ്പേസ് നൽകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഇത് പ്രോപ്പറായിട്ട് കാറ്റർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് കാർ അല്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് EV തന്നെ ഈ മാത്രമേ പറയാം. ഇനിയിപ്പോൾ മിസ് ഔട്ട് ചെയ്യുന്ന സംഭവം എന്താ വെച്ചാൽ ഓബ്വിയസ്ലി ഉള്ളൊരു സംഭവം ഇതിനകത്തില്ല, അതാണ് ഓൾ വീൽ ഡ്രൈവ്. സോ നിങ്ങൾക്ക് ഓൾ വീൽ ഡ്രൈവ് നിർബന്ധമാണെങ്കിൽ ഉറപ്പായിട്ടും കോമ്പറ്റീറ്ററിലേക്ക് പോകാം. അല്ലെങ്കിൽ ഈ കാണുന്ന XEV 9Sൻ്റെ പാക്ക് 3 തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ചെറിയൊരു സംഭവം എന്താ വെച്ചാൽ ഈ കാണുന്ന സസ്പെൻഷൻ്റെ ക്വാളിറ്റിയൊക്കെ പാക്ക് 3 മാത്രമേ ഉള്ളൂ, പാക്ക് 1 പാക്ക് 2 ആ ഒരു സംഭവമില്ല. അതൊക്കെ ആളുകൾക്ക് അങ്ങനെ അറിയില്ല. സോ എൻ്റെ ഒരു പിക്കാണ് മഹീന്ദ്ര XEV 9Sൻ്റെ പാക്ക് 3 വേർഷൻ. സോ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് വലുപ്പമുള്ള വീഡിയോ ആണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഉറപ്പായിട്ടും കോമെൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ബെൽ ഐക്കണിൽ അതിനെ ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മൾ ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് എത്തിച്ചേരണം. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ഒരു രസകരമായിട്ടുള്ള റീലുണ്ട്. ആ റീല് കാണാൻ വേണ്ടിയിട്ട് ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ എന്നൊരു സംഭവം ഉണ്ടല്ലോ, യെസ്, ആ ഒരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അവിടെയും നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വട്ടം ഒരു രസകരമായിട്ടുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ രസകരമായിട്ടുള്ള വാഹനമായിട്ട് വരുന്നവരെ ദിസ് ഇസ് യുവർ ഹോസ്റ്റ് സെൻതിൽ എസ് നായർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് always wear the seat belt before drive. Thank you so much.